അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, പിന്നീട് ആ ഹിജ്റ വർഷം 5 റസൂലുള്ളാഹിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ സൂം ചെയ്ത് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അരങ്ങേറുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം റസൂലുള്ളാഹി സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ട് ബന്ധപ്പെട്ട വിവാഹമാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അവർ ആഘോഷിക്കപ്പെടുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹ പ്രായമാണെങ്കിൽ സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ട് ബന്ധപ്പെട്ട ആ വിവാഹത്തെ അങ്ങേയറ്റം വിമർശന വിധേയമാക്കപ്പെടാറുണ്ട്. അപ്പോൾ ആ ഒരു വിഷയമാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരല്പം വിശദമായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ പല വിവാഹങ്ങളെ സംബന്ധിച്ചും ഭാര്യമാരെ സംബന്ധിച്ചെല്ലാം നേരത്തെയുള്ള ചില എപ്പിസോഡുകളിലെല്ലാം നമ്മൾ സംസാരിച്ചിരുന്നു. ഇപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം അവരെ ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത് കൺഫ്യൂഷൻ ആകരുത്. കാരണം റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർക്കിടയിൽ 2 സൈനബ്മാർ കടന്നു വരുന്നുണ്ട്. ഒന്ന് നേരത്തെ റസൂലുള്ളാഹി വിവാഹം ചെയ്തിരുന്ന സൈനബ് ബിൻത്ത് ഖുസൈമ റളിയല്ലാഹു അൻഹ. അവർ അതിനു മുമ്പ് 2 തവണ വിവാഹമെല്ലാം കഴിച്ച് ഭർത്താവിനെ നഷ്ടപ്പെട്ട് വിധവയായിരിക്കുന്ന സമയത്താണ് റസൂലുള്ളാഹി അവരെ സ്വീകരിക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ കൂടെ കേവലം മാസങ്ങൾ മാത്രം നീണ്ടു നിന്ന ദാമ്പത്യം, 5-6 മാസങ്ങൾ മാത്രമാണ് അവർ റസൂലുള്ളാഹിൻ്റെ കൂടെ ജീവിക്കുന്നത്. ശേഷം അവർ മരണപ്പെടുകയാണ്. അതായത് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം റസൂലുള്ളാഹിൻ്റെ ജീവിതകാലത്ത് വഫാത്താകുന്ന ഏക ഭാര്യ ഈ സൈനബ് ബിൻത്ത് ഖുസൈമ റളിയല്ലാഹു അൻഹയാണ്. അവർ മറ്റൊരാളാണ്, അത് കൺഫ്യൂഷൻ ആകരുത്. അവർ ഉമ്മുൽ മസാക്കീൻ, അഗതികളുടെ മാതാവ് എന്നുള്ള അപരനാമത്തിലാണ് അവർ അറിയപ്പെടുന്നത്. അതാണ് ഒരു സൈനബ്. പക്ഷേ നമ്മൾ ഈ ഒരു ഭാഗത്ത് സംസാരിക്കാൻ പോകുന്നത് അവരെ സംബന്ധിച്ചല്ല, മറിച്ച് മറ്റൊരു സൈനബായിരുന്ന സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചാണ്. ആ പേരും നേരത്തെ ചില എപ്പിസോഡുകളിൽ നിങ്ങൾ കേട്ട് കാണും. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന് ശേഷം റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർക്കിടയിൽ നിന്നും ആദ്യം വഫാത്തായത് ഈ പറഞ്ഞ സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് നമ്മൾ വരും. അപ്പോൾ റസൂലുള്ളാഹിയായിട്ട് ബന്ധപ്പെട്ട് പല സൈനബ്മാർ, 2 ഭാര്യമാർ, അതേപോലെ തന്നെ റസൂലുള്ളാഹി ഒരു മകൾക്കും പേര് നൽകിയത് സൈനബ് എന്നുള്ളതാണ്. അപ്പോൾ കൺഫ്യൂഷൻ ആകരുത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, അവരുടെ യഥാർത്ഥത്തിലുള്ള പേര് ബറ എന്നുള്ളതായിരുന്നു. ബറ എന്ന് വെച്ചാൽ നമുക്കറിയാം, ബിർ എന്ന് വെച്ചാൽ പുണ്യം. ലൈസൽ ബിറ അൻ തുവല്ലു വുജൂഹക്കും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇപ്പോൾ ബറ എന്ന് വെച്ചാൽ പുണ്യവതിയായവൾ. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരാൾ മുത്തഖി എന്നെല്ലാം പേരിടുന്നത് പോലെയാണ് ബറ എന്നുള്ള ഒരു പേര്. അതായത് സ്വയം വാഴ്ത്തുന്നത് പോലെയാണ്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് നജ്മിൻ്റെ 32-ാമത്തെ വചനത്തിൽ ഫലാ തുസക്കു അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ സ്വയം വാഴ്ത്തരുത്, അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ആ ഒരു പേരെന്നുള്ളത് ഉചിതമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബറ എന്നുള്ള പേര് മാറ്റി റസൂലുള്ളാഹിയാണ് അവർക്ക് ആ സൈനബ് എന്നുള്ള ആ ഒരു നാമം നൽകിയത്. അപ്പോൾ ഈ ഒരു പേരുമായിട്ട് തന്നെ ബന്ധപ്പെട്ട മറ്റൊരു രസകരമായിട്ടുള്ള വസ്തുത, ബറ എന്നുള്ള ആ ഒരു പേര് ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർക്കിടയിൽ 3-4 ആളുകൾ അവർ ആദ്യം സ്വീകരിച്ച നാമം ബറ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ സൈനബ് ബിൻത്ത് ഖുസൈമ റളിയല്ലാഹു അൻഹ, അവരുടെ പേരും ആദ്യം ബറ എന്നായിരുന്നു. അതേപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, മൈമൂന റളിയല്ലാഹു അൻഹ, അവരെല്ലാം ആദ്യം ബറ എന്നുള്ള പേരിലായിരുന്നു. ആ പേരെല്ലാം മാറ്റി വ്യത്യസ്ത നാമങ്ങളെല്ലാം നൽകിയതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതായത് ആ കാലഘട്ടത്ത് പൊതുവെ അവർ സ്വീകരിച്ച ഒരു കോമൺ നെയിമായിരുന്നു ബറ എന്നുള്ള പേരും. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ആ സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയിലേക്ക് തന്നെ വരികയാണ്. ഈ സൈനബ് റളിയല്ലാഹു അൻഹയുടെ മാതാവ് ഖുറൈശി ഗോത്രക്കാരിയാണ്. അതായത് മാതാവ് വഴി അവർ റസൂലുള്ളാഹിൻ്റെ അടുത്ത ബന്ധുവാണ്. റസൂലുള്ളാഹിൻ്റെ കസിൻ, അമ്മായിയുടെ മകളായിട്ട് വരും. അതേസമയം സൈനബ് റളിയല്ലാഹു അൻഹയുടെ പിതാവ്, അദ്ദേഹം ഖുറൈശി ഗോത്രക്കാരനൊന്നല്ല. പക്ഷേ നമുക്കറിയാം ഇസ്ലാമിക നിയമപ്രകാരം ആ പിതാവിൻ്റെ നസബ്, പിതാവിൻ്റെ വംശാവലിയിലാണ് ആ കുടുംബം അറിയപ്പെടുക. അത് പ്രധാനപ്പെട്ട നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെയാണ്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ ചർച്ച ചെയ്യും. പിതാവിൻ്റെ പേര് ജഹ്ഷ് ബിൻ റിയാബ് എന്നുള്ളതാണ്. അദ്ദേഹം ബനു അസദ് ഗോത്രക്കാരനാണ്. ഇപ്പോൾ ജാഹിലിയ കാലത്ത്, ഇസ്ലാമിനെല്ലാം മുമ്പ്, അയാൾ മക്കയിലേക്ക് കച്ചവട ആവശ്യത്തിനെല്ലാം വന്ന് അവസാനം മക്കയിൽ സെറ്റിലാവണം ആ ഒരു കുടുംബം. അങ്ങനെ മക്കയിൽ അബ്ദുൽ മുത്തലിബായിട്ട്, റസൂലുള്ളാഹിൻ്റെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബായിട്ട് നല്ല ബന്ധമായിരുന്നു. കച്ചവടവും മറ്റുമെല്ലാം നടത്തി നല്ല ബന്ധമായിരുന്നു. അവസാനം അബ്ദുൽ മുത്തലിബ് തൻ്റെ ഒരു മകളെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. അതാണ് ഉമൈമ ബിൻത്ത് അബ്ദുൽ മുത്തലിബ്. ഈ ഉമൈമ, അതായത് റസൂലുള്ളാഹിൻ്റെ പിതാവായിരുന്ന അബ്ദുല്ല അല്ലെങ്കിൽ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ എല്ലാം പെങ്ങളായിട്ട് വരും. അതായത് റസൂലുള്ളാഹിൻ്റെ അമ്മായി, അവരുടെ മകളാണ് ഈ സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. അപ്പോൾ അവർ ഈ ദമ്പതിമാർക്കുണ്ടായ ഏക മകളൊന്നും ആയിരുന്നില്ല, മറിച്ച് അവർക്ക് വേറെയും മക്കളുണ്ടായിരുന്നു. അതായത് സൈനബ് റളിയല്ലാഹു അൻഹയുടെ സഹോദരന്മാർ, അവരുടെ പേര് കേൾക്കുന്ന സമയത്ത് പലതും നമുക്ക് സുപരിചിതമാണ്. നേരത്തെയുള്ള എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞ പേരുകളാണ്. സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഒരു സഹോദരൻ
പ്രസിദ്ധനായിട്ടുള്ളൊരു സ്വഹാബി അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആണ്. ഉഹുദിൻ്റെ ചരിത്രം ഓർക്കുന്നുണ്ടാകും. ഉഹുദിൻ്റെ യുദ്ധക്കളത്തിൽ ധീരമായി പോരാടി അവസാനം ഹംസ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഷഹീദായി ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയാണ് അദ്ദേഹത്തെ ഖബറടക്കിയത്, ഒരേ ഖബറിൽ. അതേപോലെ തന്നെ സൈനബ് റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു സഹോദരി ഹംന ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയാണ്. ആ പേരും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇഫ്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടത് ഓർക്കുന്നുണ്ടാകും. ഈ ഹംന റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മദീനയിലേക്ക് ആദ്യമായിട്ട് റസൂലുള്ളാഹി ആ ദഅവത്തിന് പറഞ്ഞയച്ച ഉഹുദിൽ തന്നെ ഷഹീദായിട്ടുള്ള മറ്റൊരു പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി. മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹീദായതിനു ശേഷം പിന്നീട് ത്വൽഹ ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ആണ് അവരെ വിവാഹം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ സൈനബ് റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു സഹോദരൻ ഉബൈദില്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു വളരെ നേരത്തെ മക്കൻ സീറിയൽ ഓർക്കുന്നുണ്ടാകും. അബിസീനിയയിലേക്കുള്ള പലായനം, അബിസീനിയയിലേക്ക് പലായനം ചെയ്ത കൂട്ടത്തിൽ അദ്ദേഹവും ഭാര്യ ഉമ്മു ഹബീബയും റളിയല്ലാഹു അൻഹ അവർ രണ്ടാളും ഉണ്ടായിരുന്നു. അങ്ങനെ അബിസീനിയയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ശേഷം വിധവയായിരുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹുവിനെ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നുണ്ട്. അബിസീനിയയിൽ ആ നജ്ജാശി റളിയല്ലാഹു അൻഹു അദ്ദേഹം എല്ലാം പങ്കെടുത്ത ആ ഒരു വിവാഹം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു സഹോദരൻ അബൂ അഹ്മദ് ബിൻ ജഹ്ഷാൻ, അദ്ദേഹം അന്ധനായിരുന്നു. അതായത് അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പോലെ അന്ധനായിരുന്ന ഒരു സ്വഹാബിയാണ്. അപ്പോൾ ഇതാണ് അവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ആ റിലേഷൻ എല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൈനബ് റളിയല്ലാഹു അൻഹ ജനിക്കുന്നത് റസൂലുള്ളാഹിൻ്റെ നുബുവത്തിൻ്റെ 17 വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് അവരുടെ ഈ സമയത്തുള്ള പ്രായം ഏകദേശം 33-34 വയസ്സായിരിക്കണം. അപ്പം എല്ലാം കൊണ്ടും തികഞ്ഞ അങ്ങേയറ്റം സൗന്ദര്യവും തറവാടിത്തവും കുലീനയുമായിട്ടുള്ളൊരു മഹതിയാണ് അവർ. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാവാലും അവർ നേരത്തെ ഒരു വിവാഹം ചെയ്തിരുന്നു. ഭർത്താവിനെ സംബന്ധിച്ച് കൂടുതലൊന്നും കാണുന്നില്ല. ആ ഭർത്താവ് നഷ്ടപ്പെട്ട് വിധവയായിരിക്കുന്ന ഒരു സമയത്താണ് അവർ ഹിജറ ചെയ്ത് മദീനയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ മദീനയിലെത്തിയ സമയത്ത് അവർ തനിക്ക് എല്ലാം കൊണ്ടും മാച്ചായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രപ്പോസ് ചെയ്യും അല്ലെങ്കിൽ തന്നെ വിവാഹം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് അതിനുവേണ്ടി അവർ ആഗ്രഹിച്ചു. ആ രൂപത്തിൽ നിൽക്കുന്ന സമയത്താണ് ഒരിക്കൽ ഒരു പ്രപ്പോസലായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ അവരങ്ങേയറ്റം സന്തോഷിച്ചു. പക്ഷേ ആ വാർത്ത കേട്ട സമയത്ത് അവർക്ക് നിരാശ തോന്നാണ്. കാരണം റസൂലുള്ളാഹി അന്വേഷിച്ചത് തനിക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് റസൂലുള്ളാഹിൻ്റെ വളർത്തുപുത്രനായിരുന്ന സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയായിരുന്നു. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം വളരെ നേരത്തെ മക്കൻ സീറയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ വളർത്തുപുത്രൻ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടിയൊന്നല്ല, റസൂലുള്ളാഹിയുമായിട്ടുള്ള ഏജ് ഡിഫറൻസ് എന്നുള്ളൊരു 10 വയസ്സ് ആ രൂപത്തിലാണ്. അപ്പോൾ ആരായിരുന്നു സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു? നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യാണ്. കാരണം നമ്മൾ മുന്നോട്ട് പറയാൻ പോകുന്ന ആ വിഷയം കൃത്യമായിട്ട് ഗ്രഹിക്കാൻ അദ്ദേഹത്തിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് കൂടെയാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മൾ ഒരല്പം പിറകിലേക്ക് നടക്കുകയാണ്. ഓർക്കുന്നുണ്ടാകും, സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് ബനു കൽബ് ഗോത്രത്തിലാണ്. പിന്നെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഉമ്മയോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കൊള്ള സംഘം ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോവാണ്. പിന്നെ തട്ടിക്കൊണ്ടുപോയി അവർ അടിമച്ചന്തയിൽ, മക്കയിലുണ്ടായിരുന്ന ഉക്കാല ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. ഏകദേശം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് സമാനമായിട്ടുള്ള ചരിത്രമാണ്. അപ്പോൾ അവിടെ വെച്ച്, ആ ചന്തയിൽ വെച്ച് ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ കുട്ടിയെ പർച്ചേസ് ചെയ്യുകയാണ്, ആ കുട്ടിയെ വാങ്ങുകയാണ്. അങ്ങനെ വാങ്ങി അവരുടെ ബന്ധുവായിരുന്ന ഖദീജ ബിൻത്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ അവർക്ക് സമ്മാനിക്കുകയാണ്. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ വിവാഹം ചെയ്ത സമയത്ത് റസൂലുള്ളാഹിക്ക് വിവാഹ സമ്മാനമായിട്ട് കുട്ടിയെ നൽകുകയാണ്. റസൂലുള്ളാഹി അവരെ സ്വതന്ത്രനാക്കി. അങ്ങനെ ആ കുട്ടി ആ വീട്ടിൽ ഖദീജ റളിയല്ലാഹു അൻഹക്കും റസൂലുള്ളാഹിക്കൊപ്പം അവിടെ മകനെപ്പോലെ ആ വീട്ടിൽ കഴിയുകയാണ്. അങ്ങനെ ഒരല്പകാലം കഴിഞ്ഞ് ആ മാതാപിതാക്കൾ ആ കുട്ടിയെ നഷ്ടപ്പെട്ടത് മുതൽ അങ്ങേയറ്റം വിഷമത്തിലാണ്. പിതാവ് ഹാരിസ മകനെ നഷ്ടപ്പെട്ടതോർത്ത് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള നിരവധി കവിതകളെല്ലാം രചിക്കുന്നുണ്ട്. അങ്ങനെ ഒരല്പകാലത്തിന് ശേഷം ആ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഏതോ ഒരാൾ മക്കയിലേക്ക് കച്ചവട ആവശ്യത്തിനോ ഉംറക്കോ എല്ലാം വന്ന സമയത്ത് ഈ കുട്ടി അവിടെ കാണാൻ. ഉടനെ തന്നെ അവർ തിരിച്ചു പോയിട്ട് പിതാവിനോട് ആ കാര്യം പറഞ്ഞു. പിതാവ് അങ്ങേയറ്റം സന്തോഷിച്ച് കഴിയാവുന്ന പണമെല്ലാം സ്വരൂപിച്ച് മക്കയിലേക്ക് മകനെ തിരിച്ചു വാങ്ങാൻ വേണ്ടി വരികയാണ്. അങ്ങനെ അദ്ദേഹം മക്കയിലെത്തി അന്വേഷിക്കുകയാണ്. അദ്ദേഹം ഒറ്റക്കായിരുന്നില്ല, കൂടെ ഒരു ബന്ധു ഉണ്ടായിരുന്നു. അപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടിയുടെ അടുത്താണ് തൻ്റെ മകനുള്ളതെന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അപ്പോൾ അദ്ദേഹം സന്തോഷിക്കുകയാണ്. കാരണം അബ്ദുൽ മുത്തലിബ് ആ സമൂഹത്തിൽ ഏറ്റവും പേരുകേട്ട മാന്യനായിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് എത്താണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ മുന്നിലെത്തി ആദ്യം റസൂലുള്ളാഹിനെ അങ്ങേയറ്റം വാഴ്ത്തുന്നുണ്ട്. നിങ്ങൾ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്, അങ്ങേയറ്റം മാന്യനാണ്, അഗതികളെ സഹായിക്കുന്ന ആളാണ്. അതേ രൂപത്തിൽ ഒരുപാട് വാഴ്ത്തി റസൂലുള്ളാഹിനോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ട പണം, എത്ര പണം വേണമെങ്കിലും ഞാൻ നൽകാൻ സന്നദ്ധനാണ്, എൻ്റെ മകനെ നിങ്ങൾ തിരിച്ചു തരണം. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഏത് മകനെ സംബന്ധിച്ചാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ അവർ സെയ്ദ് ബിൻ ഹാരിസ ആ സംഭവങ്ങളെല്ലാം അവർ പറഞ്ഞു കൊടുത്തു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഓഫർ ചെയ്യുന്ന പണമൊന്നും എനിക്ക് വേണ്ടതില്ല, അവന് നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ കൂടെ വരാൻ സന്നദ്ധനാണെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അവനെ കൊണ്ടുപോകാം. അപ്പോൾ അവരങ്ങേറ്റം സന്തോഷിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അകത്തുനിന്ന് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ പിടിക്കുകയാണ്. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹു അവരെ രണ്ടാളെയും തിരിച്ചറിഞ്ഞു. അതിനുശേഷം റസൂലുള്ള കാര്യം പറഞ്ഞു, നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇവരുടെ കൂടെ പോകാം. അതായത് ആ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം പ്രായപൂർത്തിയായിട്ടുള്ള അവന് റസൂലുള്ള നൽകുകയാണ്. ഉടനെ തന്നെ സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പോകുന്നില്ല, ബൽ ഉഖീമു മഅക്, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അത് കേട്ട് പിതാവ് ഞെട്ടാണ്. പിതാവ് ചോദിക്കുന്നുണ്ട്, യാ സെയ്ദ് തഖ്താറുൽ ഉബൂദി അലൽ ഹുരിയ വഅല അബീക വ ഉമ്മിക വ ബലദിക്. കഷ്ടാണ് സെയ്ദ്, നിന്റെ മാതാപിതാക്കളെക്കാൾ, നിന്റെ കുടുംബത്തേക്കാൾ, നിന്റെ നാടിനേക്കാൾ, എല്ലാത്തിനുപരി നിന്റെ സ്വാതന്ത്ര്യത്തെക്കാൾ നീ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു അടിമത്താണോ? അപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ഖദ് റഅയ്തു മിൻ ഹാദർ റജുലി ശൈഅ വമാ അന ബില്ലദി ഉഫാരിഖു അബദ. ഈ മനുഷ്യൻ അങ്ങേയറ്റം മാന്യനാണ്, മറ്റാരിലും കാണാത്ത ചില പ്രത്യേകതകൾ ഇദ്ദേഹത്തിൽ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തെ പിരിയാൻ എനിക്ക് കഴിയില്ല. കൂടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഉസിറുനി അല അഹ്ലിഹി വ വലദിഹി, സ്വന്തം കുടുംബത്തേക്കാൾ അല്ലെങ്കിൽ സ്വന്തം മക്കളേക്കാൾ മാന്യനായിട്ട് അദ്ദേഹം എന്നെ ഇവിടെ പരിചരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാര്യമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്നത് നുബുവത്തിനെല്ലാം എത്രയോ മുമ്പാണ്. അപ്പോൾ നുബുവത്തിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ എത്രത്തോളം മാന്യനായിരുന്നു എന്നുള്ള മനോഹരമായിട്ടുള്ള റസൂലുള്ളാഹിൻ്റെ വ്യക്തിത്വമെല്ലാം ഈ പ്രസ്താവനയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ചിന്തിച്ചു, അതായത് ഇത്രയേറെ ഈ ഒരു ചെറിയ പ്രായത്തിലും റസൂലുള്ളാഹിനെ സംബന്ധിച്ച് അത്രത്തോളം അദ്ദേഹം ഇംപ്രസ് ആവുകയാണ്. അത് മുന്നോട്ടുള്ള സീറയിലും നുബുവത്തിന് ശേഷവും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസ്താവനയിലും നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. പൊതുവേ ആ മതത്തിലേക്ക് ഒരാൾ ഇറങ്ങുന്നതോടുകൂടെ പിന്നീട് ആളുകളെല്ലാം അവരിൽ നിന്ന്, പ്രത്യേകിച്ച് കുട്ടികളെല്ലാം അകലുന്നൊരു കാഴ്ചയാണ് കാണുക. പക്ഷേ റസൂലുള്ളാഹിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ റസൂലുള്ളാഹിനെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുകയാണ്. അതേ സമയത്ത് തന്നെ മുന്നിൽ നിൽക്കുന്ന പിതാവിൻ്റെ ദുഃഖവും റസൂലുള്ള കാണാതെ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ള ഉടനെ തന്നെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ച് ആ കഅബയുടെ അടുത്തേക്ക് പോവാണ്. കഅബയുടെ അടുത്തേക്ക് പോയിട്ട് അവിടെ വെച്ചുകൊണ്ട് പരസ്യമായിട്ട് അത്യുച്ചത്തിൽ റസൂലുള്ള പ്രഖ്യാപിക്കുന്നുണ്ട്, ഖുറൈശികളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നു മുതൽ ഇവൻ എൻ്റെ മകനാണ്. അഷ്ഹദു അന്ന ഹാദ ഇബ്നി വാരിസും വ മൗറൂസ്. അതായത് ഇവൻ ഇന്നു മുതൽ രക്തബന്ധത്തിൽ പിറന്ന എൻ്റെ മകനെ പോലെയാണ്, എൻ്റെ സ്വത്തിലും അവൻ അവകാശം ഉണ്ടായിരിക്കും. ആ രൂപത്തിൽ, അതായത് അവനെ മകനാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യപ്പെടുത്താണ്. അത് ഭാഷയിൽ തബന്നി എന്ന് പറയും. അതായത് മകനാക്കുന്ന ഒരു സമ്പ്രദായം അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു, പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക. അപ്പം അത് കേട്ട സമയത്ത് മുന്നിലുണ്ടായിരുന്ന പിതാവിന് അങ്ങേയറ്റ സന്തോഷമാണ്. കാരണം മകൻ എല്ലാ അർത്ഥത്തിലും ആ മകൻ്റെ സ്റ്റാറ്റസ് എല്ലാം അപ്ഗ്രേഡ് ചെയ്തു. മക്കയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖുറൈശി കുടുംബത്തിൽ ഇത്രയും സുഖകരമായിട്ട് മകൻ അവിടെ ജീവിക്കുകയാണ്. അപ്പോൾ സന്തോഷത്തോടു കൂടെ പിതാവ് തിരിച്ചു പോവാണ്. അതോടുകൂടെ സെയ്ദ് ബിൻ ഹാരിസ മാറി പിന്നീട് അന്ന് മുതൽ സെയ്ദ് ബിൻ മുഹമ്മദായിട്ട് മാറാണ് അദ്ദേഹം റളിയല്ലാഹു അൻഹു. അപ്പോൾ റസൂലുള്ളാഹി അവനെ മകനായിട്ട് സ്വീകരിച്ച് പിന്നീടുള്ള കാലം അവൻ അങ്ങേയറ്റം സ്നേഹവും വാത്സല്യമെല്ലാം നൽകി റസൂലുള്ളാഹി അവിടെ വളർത്തുകയാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ഹിബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള അപരനാമത്തിലാണ്. അതായത് റസൂലുള്ളാഹിൻ്റെ പ്രിയങ്കരനായിരുന്ന സെയ്ദ്, അല്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ സ്നേഹഭാജനം എന്നുള്ള ഒരു പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. ഇപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തെ മകനായിട്ട് പ്രഖ്യാപിച്ച ആ തബന്നി അതെല്ലാം അരങ്ങേറുന്നത് മക്കൻ സീറയിൽ റസൂലുള്ളാഹിൻ്റെ നുബുവത്തിനെല്ലാം മുമ്പാണ്. കാലങ്ങൾ പിന്നിട്ട് നമ്മൾ മദീനൻ സീറയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പിൻകാലഘട്ടത്തിൽ ജനിക്കുന്ന ചില ജൂനിയർ സ്വഹാബികൾ അവരെല്ലാം യഥാർത്ഥത്തിൽ ധരിച്ചിരുന്നത് സെയ്ദ് റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിലുള്ള റസൂലുള്ളാഹിൻ്റെ പുത്രനായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിൻകാലഘട്ടത്തിൽ ഈ തബന്നി സമ്പ്രദായത്തെ വിലക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയ സമയത്ത്, ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് നമ്മൾ വരും, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പ്രസ്താവന കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ആയത്തിറങ്ങിയ സമയത്താണ് സെയ്ദ് റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിൻ്റെ പുത്രനായിരുന്നില്ല എന്നുള്ള കാര്യം ആ സമയത്താണ് ഞാൻ അറിയുന്നത്. അത്രയേറെ ആ സമൂഹത്തിൽ അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ പുത്രനായിരുന്നു എന്ന് പല ആളുകളും ധരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പോസ് ചെയ്ത ഭാഗത്തേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് റസൂലുള്ളാഹി തൻ്റെ വളർത്തുപുത്രൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി തൻ്റെ അമ്മായിയുടെ മകൾ സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയോട് വിവാഹം ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വിവാഹത്തിൻ്റെ ലക്ഷ്യം വളരെ ക്ലിയറാണ്. കാരണം സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ മകനായിരുന്നെങ്കിലും ആ സമൂഹത്തിൽ മവാലി, അതായത് മോചിപ്പിക്കപ്പെട്ട അടിമകളെ മറ്റൊരു രൂപത്തിലാണ് അവർ നോക്കിക്കണ്ടിരുന്നത്. അതായത് ഒരല്പം താഴ്ന്ന സ്റ്റാറ്റസിലാണ് ആ സമൂഹം അവർക്ക് നൽകിയിരുന്നത്. അതേസമയം സൈനബ് റളിയല്ലാഹു അൻഹയാകട്ടെ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന പദവിയിൽ, അത് ഏറ്റവും ഉന്നത കുടുംബം, അതേ രൂപത്തിൽ എല്ലാം കൊണ്ടും തികഞ്ഞൊരു മഹതിയാണ്.
ഇപ്പം ജാഹിലിയ കാലഘട്ടത്ത് ആ സമൂഹത്തിൽ അങ്ങേയറ്റം ആഴത്തിൽ വേരോടിയിരുന്ന അല്ലെങ്കിൽ ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന പരമ്പരാഗതമായിട്ടുള്ള ആ വർഗ വിവേചനം അതിനെ സമ്പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്തത്. കാരണം അത് ഏറ്റവും കൂടുതൽ പ്രകടമായിരുന്നത് ആ വിവാഹ രംഗത്താണ്. അപ്പം അതിനെ നിർമ്മാർജ്ജനം ചെയ്ത് പുതിയൊരു സാമൂഹിക ക്രമം കെട്ടിപ്പടുക്കാനുള്ള അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിട്ടിറങ്ങുകയാണ്. കാരണം ഇസ്ലാമിൻ്റെ ബേസ് എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൻ്റെ 13-ാമത്തെ വചനത്തിൽ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങളെല്ലാം ലോകത്തുള്ള സർവ്വ മനുഷ്യരും അള്ളാഹിൻ്റെ കണ്ണിൽ ഒരു ചീർപ്പിൻ്റെ പല്ല് പോലെ നിങ്ങളെല്ലാം സമന്മാരാണ്. നിങ്ങൾക്കിടയിലുള്ള ആ വർണ്ണത്തിൻ്റെയും ഭാഷയുടെയും ദേശത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും പേരിലുള്ള ആ വൈവിധ്യങ്ങളെല്ലാം അത് കേവലം നിങ്ങളെ തിരിച്ചറിയാനുള്ള മാനദണ്ഡങ്ങൾ മാത്രമാണ്. അതല്ലാതെ അതൊരാളെയും ഉന്നതനാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അതൊന്നും നമ്മുടെ ചോയ്സ് അല്ല. ഒരാൾ ഏത് ദേശത്തിൽ ജനിക്കണം, ഏത് കളറിൽ ജനിക്കണം, അത് അയാൾ തിരഞ്ഞെടുത്തതല്ല, മറിച്ച് അത് അള്ളാഹു നൽകിയതാണ്. അപ്പം അതിൻ്റെ പേരിൽ ഒരാൾ ഉന്നതനാകുന്നില്ല, മറിച്ച് നിങ്ങളെ ഉന്നതനാക്കുന്ന ഘടകം ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങൾക്കിടയിലുള്ള ദൈവഭക്തി തഖ്വയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അള്ളാഹിൻ്റെ മുമ്പിൽ ഒരാൾ ഉന്നതനാകുന്നത് എന്നുള്ളതാണ്. അത് തഖ്വ എന്നുള്ളത് ഒരാളുടെ ഹൃദയത്തിലുള്ളതാണ്, അതൊരിക്കലും പുറമേക്ക് കാണാൻ സാധിക്കുന്നതല്ല. ആ ഹൃദയം അറിയാവുന്നവർ മാത്രമേ നിങ്ങൾക്കിടയിൽ ഓരോ ആളുകളുടെ ഔന്നിത്യം അളക്കാൻ സാധിക്കൂ എന്നുള്ളത്. ആ മനോഹരമായിട്ടുള്ള ആ സമത്വത്തിൻ്റെ ഇക്വാലിറ്റിയുടെ ഏറ്റവും വലിയ തത്വം പരിശുദ്ധ ഖുർആൻ അവിടെ അവതരിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ ആ സമൂഹത്തിൽ കാലങ്ങളായിട്ട് നിലനിന്ന് പോന്നിരുന്ന അല്ലെങ്കിൽ ആഴത്തിൽ വേരൂന്നിയ കുടുംബമഹിമയുടെ അല്ലെങ്കിൽ വംശീയതയുടെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ എല്ലാം പേരിലുള്ള ഉച്ചനീചത്വങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിട്ടിറങ്ങുകയാണ്. അപ്പോൾ ആ ഒരു വിപ്ലവത്തിന് റസൂലുള്ളാഹി തൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അതിന് തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് റസൂലുള്ളാഹി തൻ്റെ വളർത്തുപുത്രനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ട് വിവാഹം ആലോചിക്കുന്നത്. അപ്പോൾ ആ ഒരു വിപ്ലവം ഈ ഒരൊറ്റ വിവാഹത്തിൽ ഒതുങ്ങുന്നതല്ല, സമാനമായിട്ടുള്ള നിരവധി വിവാഹങ്ങൾ ആ സമൂഹത്തിൽ റസൂലുള്ളാഹി നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ സമത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ടല്ല നമ്മൾ പലപ്പോഴും പറയാറുള്ള ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നൽകിയ സ്ഥാനം, അടിമയായിരുന്ന സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം പിന്നോക്കമായിരുന്ന ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്നത് ആ സമൂഹത്തിൽ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ പെങ്ങളെയാണ്. അതേപോലെ തന്നെ സ്വഹീഹ് മുസ്ലിമിലെല്ലാം കടന്നു വരുന്ന ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായിട്ടുള്ള സംഭവം. അപ്പം അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ആ സമൂഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് മറ്റുള്ള ആളുകളെല്ലാം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അവഗണിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ശാരീരിക ബാഹ്യമായിട്ടുള്ള സൗന്ദര്യത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് വിരൂപനായിരുന്നു. ആന്തരിക സൗന്ദര്യം നമുക്കറിയാം, സ്വഹാബികളെക്കാൾ ആന്തരിക സൗന്ദര്യം നേടിയ മറ്റാരും ലോകത്തുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലായിരുന്നു, കുടുംബ മഹിമയൊന്നുമില്ലാത്തൊരു വ്യക്തി. ഇപ്പോൾ ഏറെ കാലമായിട്ടും അദ്ദേഹത്തെ അവിവാഹിതനായിട്ട് കണ്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കാര്യം അന്വേഷിക്കുന്നുണ്ട്. ഓ ജുലൈബീബ്, താങ്കൾ എന്താണ് വിവാഹം കഴിക്കാത്തത്? അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ആ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി റസൂലുള്ളാഹിനെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം വിഷമത്തോടു കൂടെ പറഞ്ഞു, പ്രവാചകരെ, എന്നെപ്പോലെ ഒരാൾക്ക് ആര് പെണ്ണ് തരാനാണ്? സൗന്ദര്യമില്ല, സമ്പത്തില്ല, കുടുംബമഹിമയൊന്നും ഇല്ലാത്ത എന്നെ ആരെ ഏറ്റെടുക്കാനാണ്? അപ്പോൾ ആ ഒരു മറുപടി കേട്ട് വിഷമിച്ച റസൂലുള്ളാഹി അദ്ദേഹത്തിൻ്റെ കയ്യും പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. റസൂലുള്ളാഹി പോകുന്നത് ആ മദീനയിലെ ഏറ്റവും പേര് കേട്ട ഒരു അൻസാരി തറവാട്ടിലേക്കാണ്. അവിടെ വിവാഹപ്രായത്തിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി പോയി അവളുടെ പിതാവായിട്ട് റസൂലുള്ളാഹി സംസാരിക്കുകയാണ്. അങ്ങനെ പിതാവ് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം ഒരു തീരുമാനം പറയാം. അങ്ങനെ ഭാര്യയോട് അത് പറഞ്ഞ സമയത്ത് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്, ഭാര്യ നിലവിളിക്കുന്നുണ്ട്, ജുലൈബീബോ, അതായത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ അവസാനം അങ്ങേയറ്റം ഈമാൻ ഉണ്ടായിരുന്ന ആ മകള്, അത് റസൂലുള്ളാഹിൻ്റെ സജഷനാണ്, റസൂലുള്ളാഹിൻ്റെ ചോയ്സാണെന്ന് അറിഞ്ഞ സമയത്ത് അതിൽ ഖൈറുണ്ടാകുമെന്ന് കരുതി അവർ സമ്മതം മൂടാണ്. അങ്ങനെ അവർ വിവാഹം കഴിച്ച് അങ്ങേയറ്റം സന്തോഷത്തോടു കൂടെ ആ ദാമ്പത്യ ജീവിതം ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവസാനം ഈ ജുലൈബീബ് റളിയല്ലാഹു അൻഹു ഏതോ ഒരു യുദ്ധത്തിൽ മരണപ്പെടുകയാണ്. ഷഹീദായിട്ട് അവിടെ കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി അദ്ദേഹത്തിൻ്റെ ആ ചെറിയ ശരീരം എടുത്ത് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഹാദാ മിന്നി വ അന മിൻഹു, ഇദ്ദേഹം എന്നിൽ നിന്നുള്ളവനാണ്, ഞാൻ അദ്ദേഹത്തിൽ നിന്നും. അത്രയും വലിയ ഒരു പ്രശംസാ വാക്കുകൾ റസൂലുള്ളാഹി പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തിന് നൽകിയ സ്ഥാനം കണ്ട് പിന്നീട് വിധവയായിരുന്ന സ്ത്രീയെ വിവാഹം കഴിക്കാൻ മദീനയിലുള്ള ഓരോ ആളുകളും മത്സരിക്കായിരുന്നു എന്നെല്ലാം ആ സംഭവത്തിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സമാനമായിട്ടുള്ള സംഭവമാണ് സഅദ് ബിൻ അൽ അസ്വദ് അസ്സുലമി റളിയല്ലാഹു അൻഹു. അദ്ദേഹവും സമൂഹത്തിൽ മറ്റാരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു അടിമ, ശാരീരികമായിട്ട് വലിയ സൗന്ദര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അങ്ങേയറ്റം ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ആ രൂപത്തിലുള്ളൊരു ചിന്താഗതിക്കാരനായിരുന്നു. റസൂലുള്ളാഹി അദ്ദേഹത്തിൻ്റെ കൈപിടിച്ചു പോകുന്നത് അംറു ബിൻ വഹബ് റളിയല്ലാഹു അൻഹു, അതായത് മദീനയിലെ ഏറ്റവും പേര് കേട്ട ബനു സഖീഫ് ഗോത്രത്തിലേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മകൾ ആത്തിഖ റളിയല്ലാഹു അൻഹ,
അവരായിട്ട് റസൂലുള്ള ശുപാർശ പറഞ്ഞ ആ ഒരു വിവാഹം നടത്തി കൊടുക്കുന്നുണ്ട്. അപ്പം സമാനമായിട്ട് ഇതേ രൂപത്തിലുള്ള നിരവധി വിവാഹങ്ങളെല്ലാം അവിടെ നടത്തിയ സമൂഹത്തിലുണ്ടായിരുന്ന അത്തരം ആ മേഖലയിൽ വലിയൊരു വിപ്ലവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള നടപ്പിലാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ വളർത്തുപുത്രൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ട് വിവാഹം ആലോചിച്ചത്. അപ്പോൾ ആ ഒരു വിവാഹാലോചനയോട് പ്രതികൂലമായിട്ടാണ് ആദ്യം അവർ പ്രതികരിച്ചത്. സൈനബ് റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹംന റളിയല്ലാഹു അൻഹ അവർ ചോദിക്കുന്നുണ്ട്, അത് സുബ്ബിജു ബിൻത അമ്മത്തിക് മൗലാഖ്, നിങ്ങളുടെ സ്വതന്ത്രനാക്കിയ അടിമയെ അമ്മായിയുടെ മകളെ കൊണ്ട് വിവാഹം നടത്തുകയാണോ? അതേപോലെ തന്നെ ഇബ്നു സഅദ് ഉദ്ധരിക്കുന്നുണ്ട്, സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ അർലാഹു ലി നഫ്സി വ അന അയ്യിമ ഖുറൈശ്, എനിക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കുക എങ്ങനെയാണ്? കാരണം ഞാൻ ഖുറൈശികളിൽ ഏറ്റവും ഉന്നത, അതായത് കുലീനയായിട്ടുള്ളൊരു സ്ത്രീയല്ല, ആ രൂപത്തിൽ അവർ പ്രതികരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബിൻ്റെ 36-ാമത്തെ ഒരു വചനം അവതരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഖന്തക്ക് യുദ്ധം മുതൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ അഹ്സാബ്. അതേപോലെ തന്നെ ബനൂ ഖുറൈദയുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചു ചില ആയത്തുകൾ അതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ സൈനബ് റളിയല്ലാഹു അൻഹയായിട്ട് ബന്ധപ്പെട്ട വിവാഹം, അതേപോലെ തന്നെ ഈ ദത്തുപുത്ര സമ്പ്രദായം, ഇതിനുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം സൂറത്തുൽ അഹ്സാബിൻ്റെ തുടക്കത്തിലും മധ്യഭാഗത്തെല്ലാം നിരവധി ആയത്തുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു സൂറത്തിലാണ്. ആ സൂറത്ത് പ്രത്യേകമായിട്ട് ആഴത്തിൽ നോക്കാൻ വേണ്ടി ശ്രോതാക്കൾ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ 36-ാമത്തെ ആയത്തിൽ വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ഇപ്പോൾ ഒരു കാര്യത്തിൽ അള്ളാഹുവും റസൂലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വിശ്വാസിനികളായിട്ടുള്ള ആളുകൾക്ക് ആ കാര്യത്തിൽ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. അവരുടെ താല്പര്യങ്ങൾ മാറ്റിവെച്ച് അള്ളാഹുവും റസൂലും എന്താണോ പറയുന്നത് അതിനെ പിൻപറ്റുക. ജനറലായിട്ടാണ് ആയത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആയത്തെല്ലാം അവതരിച്ച സമയത്ത് സൈനബ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇന്നി അസ്തഗ്ഫിറുല്ലാഹ വ അത്തിഉല്ലാഹ വ റസൂലഹു ഇഫ്അൽ മാ റഅയ്തി യാ റസൂലല്ലാഹ്. അപ്പോൾ പ്രവാചകരെ, നിങ്ങൾ എന്താണോ കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധയാണെന്ന് അവർ ആ ഒരു സന്നദ്ധത അറിയിക്കുകയാണ്. അതായത് ഇത് പ്രത്യേകമായിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു ഈ രൂപത്തിലുള്ള ഒരു സംഭവം അവിടെ അരങ്ങേറണം എന്നുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ഒരു സൈനബ് റളിയല്ലാഹു അൻഹ ആ ഒരു വിവാഹം അവിടെ അരങ്ങേറാണ്. 10 ദീനാറും 60 ദിർഹവും വിവാഹമൂല്യമായിട്ടെല്ലാം നൽകി ആ ഒരു വിവാഹം അവിടെ അരങ്ങേറി. അപ്പോൾ നേരത്തെയും സമാനമായിട്ടുള്ള ചില വിവാഹങ്ങൾ അവിടെ അരങ്ങേറിയിരുന്നു. അതെല്ലാം വിജയകരമായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ എല്ലാ സമയത്തും അതുപോലെ ആയിക്കൊള്ളുന്നില്ല. അതാണ് ഈ ഒരു സംഭവം പഠിപ്പിച്ചു തരുന്നത്. അവർ വിവാഹം കഴിച്ചെങ്കിലും ആ ദാമ്പത്യ ജീവിതത്തിൽ ചില കുഴപ്പങ്ങൾ, ചില അസ്വാരസ്യങ്ങളെല്ലാം പൊട്ടിപ്പുറപ്പെടുകയാണ്. അവർക്കിടയിൽ ഒരു ചേർച്ചക്കേട്. അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അത്രയും ഈമാനികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ആളുകൾക്കിടയിൽ പോലും ആ ദാമ്പത്യ ജീവിതത്തിൽ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ത്വലാഖ് ഇതെല്ലാം ഒരുപക്ഷെ ആരുടെ ജീവിതത്തിൽ അത് ഈമാൻ്റെ കുറവായിട്ടൊന്നും ഒരാളും വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുള്ളത്. അപ്പോൾ സ്വഹാബികളുടെ ചരിത്രത്തിൽ തന്നെ സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അസ്മാ റളിയല്ലാഹു അൻഹയായിട്ട് അവരുടെ ദാമ്പത്യം ചില പ്രശ്നങ്ങളിലെല്ലാം അതേ രൂപത്തിലുള്ള അതെല്ലാം സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ അള്ളാഹു അവസാനത്തെ ഫൈനൽ എക്സിറ്റായിട്ട് ആ ത്വലാഖിൻ്റെ ഒരു ഓപ്ഷൻ എല്ലാം ദീനിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യ സമയത്തെല്ലാം കേൾക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി, അംസിക അലൈക സൗജക വത്തഖില്ല, ഓ സെയ്ദ്, നീ നിന്റെ ഭാര്യയെ, അതായത് നീ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക, അള്ളാഹനെ സൂക്ഷിക്കുക, ആ രൂപത്തിൽ റസൂലുള്ളാഹി ഉപദേശിച്ചു. അതും സൂറത്തുൽ അഹ്സാബിന്റെ 37-ാമത്തെ ആയത്തിൽ ആ ഒരു പരാമർശം എല്ലാം കാണാൻ സാധിക്കും. ശേഷം അതേ ആയത്തിൽ അള്ളാഹു തുടർന്ന് പറയുന്ന കാര്യങ്ങൾ, വതുഖ്ഫി ഫീ നഫ്സിക മല്ലാഹു മുബ്ദീഹി വതഖ്ശൻ നാസ വല്ലാഹു അഹഖു അൻ തഖ്ശാഹു. അതായത് അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം താങ്കൾ, അതായത് റസൂലുള്ളാഹി മനസ്സിൽ മറച്ചു വെക്കുന്നുണ്ടായിരുന്നു, അവിടെയുള്ള ആളുകളുടെ പ്രതികരണവും മറ്റും ഭയന്ന്. അതാണ് ആയത്തിൽ അള്ളാഹു പറയുന്നത്. തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അതായത് ഈ സൈനബ് റളിയല്ലാഹു അൻഹു അവരുടെ ആ വിവാഹം സ്വാഭാവികമായിട്ടും അവസാനം ത്വലാഖിൽ പരിണമിക്കും. ശേഷം സൈനബ് റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നുള്ള കാര്യത്തെപ്പറ്റി റസൂലുള്ളാഹിക്ക് വഹി മുഖേന സൂചന ലഭിച്ചിരുന്നു. ചില പണ്ഡിതന്മാർ സ്വപ്നം വഴി എന്നെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ട് ബന്ധപ്പെട്ട വിവാഹവും നേരത്തെ തന്നെ റസൂലുള്ളാഹി അതുമായിട്ട് ബന്ധപ്പെട്ട സ്വപ്നം റസൂലുള്ളാഹിക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സെയ്ദ് റളിയല്ലാഹു അൻഹു ആദ്യത്തിൽ പരാതി പറയുന്ന സമയത്തെല്ലാം റസൂലുള്ളാഹി ദാമ്പത്യ ജീവിതം കഴിയുന്നത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറയാണ്. ആ കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ തബന്യ വളർത്തുപുത്രനാണ്. അപ്പോൾ വളർത്തുപുത്രന്റെ ഭാര്യയെ വിവാഹം കഴിക്കുക എന്നുള്ളത് അക്കാലത്ത് അറേബ്യൻ നാട്ടാചാരപ്രകാരം നിഷിദ്ധമായിരുന്നു. അതായത് ആ സമൂഹത്തിന്റെ ആ വ്യവസ്ഥ പ്രകാരം അത് ഹറാമായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആ സമൂഹം മുഴുവൻ റസൂലുള്ളാഹിക്കെതിരെ തിരിയും ആക്ഷേപവാക്കുകളായിട്ട്. ഇപ്പോൾ നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഉണ്ടായിരുന്ന ഇഫ്ക് ആ സമൂഹം ആഘോഷിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ
റസൂലുള്ളാഹി അതാണ് ഇവിടെ ആയത്തിൽ തഖ്ഷന്നാസ് എന്ന് അള്ളാഹു പറയുന്നത്. അപ്പോൾ ഇത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് സ്വഹീഹുൽ ബുഖാരി കടന്നു വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ആയത്ത് പരിശുദ്ധ ഖുർആനിൽ മറച്ചു വെക്കുമായിരുന്നെങ്കിൽ അത് ഈ ഒരു ആയത്തായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അതന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ ദൈവികതക്കുള്ള ഏറ്റവും വലിയ തെളിവ് കൂടെയാണ്. റസൂലുള്ളാഹിക്ക് ഈ രൂപത്തിൽ കൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സൂറത്തു അബസയുടെ ആരംഭത്തിലുള്ള ആയത്തുകൾ, ഇത്തരത്തിലുള്ള ആയത്തുകളെല്ലാം പരിശുദ്ധ ഖുർആനിൽ വരുന്നുണ്ട്. അപ്പോൾ ശത്രുക്കൾ ആരോപിക്കുന്നത് പോലെ നഊദു ബില്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം എഴുതി ഉണ്ടാക്കുന്നതായിരുന്നു ഈ ഖുർആനെങ്കിൽ ഇത്തരത്തിലുള്ള വചനങ്ങൾ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വയം തനിക്കെതിരെ എഴുതുക എന്നുള്ളത്? സുബ്ഹാനല്ലാഹ്, അതന്നെ പരിശുദ്ധ ഖുർആന്റെ ദൈവികതക്കുള്ള തെളിവാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള ഒരു നിർദ്ദേശം റസൂലുള്ളാഹിക്ക് നൽകാനുള്ള കാരണം അതാണ് നമ്മുടെ വിഷയം. ആ തബന്നി എന്നുള്ള ആ ഒരു വ്യവസ്ഥ അത് പൊളിച്ചെഴുതാൻ വേണ്ടി തന്നെയാണ് അല്ലാഹു ഇതേ രൂപത്തിൽ അവർ ത്വലാഖ് ചൊല്ലിയാൽ വിവാഹം കഴിക്കണം എന്നുള്ള നിർദ്ദേശം റസൂലുള്ളാഹിക്ക് നൽകാനുള്ള കാരണം. അപ്പം അത് കേൾക്കുന്ന സമയത്ത് ഏതൊരാളും ചിന്തിക്കാവുന്ന ഒരു കാര്യം, ഈ തബന്നി വ്യവസ്ഥ ഇത്രയേറെ വിമർശിക്കപ്പെടാൻ എന്താണ് അതിലുള്ളത്? ഒരാളെ മകനാക്കുന്നതിൽ എന്താണ് ഇത്ര തെറ്റ്? അത് നമ്മൾ കോണ്ടക്സ്റ്റായിട്ട് ചേർത്ത് വെച്ച് വേണം ആ ഒരു സിസ്റ്റത്തെ മനസ്സിലാക്കാൻ. ആ കാലഘട്ടത്ത് അറേബ്യയിൽ വ്യാപകമായിട്ട് ആ ഒരു സമ്പ്രദായത്തെ അവർ ദുരുപയോഗം ചെയ്തിരുന്നു. അതായത് മക്കയിലേക്ക് ഏതെങ്കിലും ഒരാൾ കുടിയേറി വന്നാൽ, അതിൽ കുടിയേറ്റക്കാരപ്പോൾ സ്വന്തം നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം കൊലപാതകമോ മറ്റോ ഉണ്ടാക്കി അവർ മക്കയിലേക്ക് വരും. മക്കയിൽ മറ്റേതെങ്കിലും ഗോത്രക്കാരവർ ഏറ്റെടുക്കും. ആ ഗോത്രക്കാരെ ഏറ്റെടുത്ത് അവർ അയാളെ സ്വന്തം മകനായിട്ട് പ്രഖ്യാപിക്കും. അതോടുകൂടെ അക്ഷരാർത്ഥത്തിൽ അയാൾ മകനായിട്ട് മാറാണ്. അയാളുടെ യഥാർത്ഥ വംശാവലി അതോടുകൂടെ മായ്ക്കപ്പെടാണ്. അതായത് സ്വന്തം പിതാവിൻ്റെ പേര് മാറ്റി ഏറ്റെടുക്കുന്ന ആളുടെ പേര് അതിനോട് ചേർക്കുകയാണ്, അത് പിതാവായിട്ട് സ്വീകരിക്കുകയാണ്. ആ രൂപത്തിലുള്ള ഒരു സമ്പ്രദായം അവിടെ നിലനിന്നിരുന്നു. അപ്പം അത് മാത്രമല്ല, അതല്ലാതെ തന്നെ ആ സമൂഹത്തിൽ അതിനെ ദുരുപയോഗം ചെയ്തത്, ഇപ്പോൾ സമ്പന്നനായിട്ടുള്ള ഒരു പിതാവ് മരണപ്പെടുകയാണെങ്കിൽ ആ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി യതീമായിട്ടുള്ള മക്കളെ സ്വന്തം മകനായിട്ട് പ്രഖ്യാപിക്കും. അതോടുകൂടി ആ സമ്പത്തിൻ്റെ മുഴുവൻ അവകാശം അയാളായിട്ട് മാറുകയാണ്. അപ്പോൾ ചില സമയത്ത് അതിനേക്കാൾ മോശമായിട്ട് വ്യഭിചാരം മറച്ചു വെക്കാൻ വേണ്ടിയും, അതായത് അതിലൂടെ ജനിക്കുന്ന ആ കുട്ടികളെ മറ്റ് പുരുഷന്മാരിലേക്ക് ചേർത്തി പിതൃത്വം ആരോപിക്കുന്ന വിചിത്രമായിട്ടുള്ള രീതിയെല്ലാം അവിടെ നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ കാലങ്ങളായിട്ട് ആ സമൂഹം അനുഷ്ഠിച്ചു പോകുന്ന ഇത്തരം ജാഹിലിയ സമ്പ്രദായങ്ങളെല്ലാം ഇസ്ലാം പൊളിച്ചെഴുതുകയാണ്. അതായത് നിങ്ങളെ ജനിപ്പിച്ച ആൾക്ക് മാത്രമേ നിങ്ങളുടെ പിതാവാകാനുള്ള യോഗ്യതയുള്ളൂ. അതല്ലാതെ പിതൃത്വം എന്നുള്ളത് തോന്നിയ പോലെ ഈ രൂപത്തിൽ ചില വാക്കുകളാൽ മാറ്റിക്കളിക്കാനുള്ളതല്ല, മറിച്ച് രക്തബന്ധത്തിലൂടെ മാത്രമേ ഒരാൾ പിതാവായിട്ട് മാറൂ എന്നുള്ളത്. അപ്പോൾ ഇസ്ലാമിക ശരീഅത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ഇർളുൻ നസ്ലാണ്. അതായത് ഒരാളുടെ ആ വംശം, ആ പാരമ്പര്യം അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആർക്കാണോ ജനിച്ചത് അയാളായിരിക്കും ഇയാളുടെ പിതാ, അയാളോട് ചേർത്ത് വേണം അവൻ അറിയപ്പെടാൻ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വഹീഹുൽ ബുഖാരി കടന്നു വരുന്ന ഒരു ഹദീസ് ഇതുമായിട്ട് ചേർത്ത് വായിക്കുക. അബൂദറുൽ ഗിഫാരി ഉദ്ധരിക്കുന്നുണ്ട്, ലൈസ മിൻ റുജുലിൻ ദഅ ലി ഗൈരി അബീഹി, അതായത് ആരെങ്കിലും തൻ്റെ പിതാവല്ലാത്ത ഒരാളെ അറിഞ്ഞുകൊണ്ട് പിതാവായിട്ട് വാദിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും ശാപം അയാൾക്ക് മീതെ ഉണ്ടായിരിക്കും എന്നുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി പറയുന്നുണ്ട്, കുട്ടി ആരുടെ വിരിപ്പിലാണോ ജനിച്ചത് അയാൾക്ക് അവകാശപ്പെട്ടതാണ്, വ്യഭിചാരിക്ക് ലഭിക്കുക കല്ലേറാണ്. സ്വഹീഹുൽ ബുഖാരി തന്നെ കടന്നു വരുന്ന ഹദീസാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതേ രൂപത്തിൽ വ്യഭിചാരം ന്യായീകരിക്കാൻ വേണ്ടിയെല്ലാം ആ ഒരു സിസ്റ്റത്തെ അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ പിതൃത്വം എന്നുള്ളത് ഒരാളുടെ ഐഡന്റിറ്റിയാണ്, അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുന്നതല്ല. ആ ഒരു രൂപത്തിലുള്ള കൽപ്പനകൾ അള്ളാഹു നൽകുകയാണ്. ഇനി നമ്മൾ അതേ സൂറത്തുൽ അഹ്സാബിലേക്ക് നമ്മൾ മടങ്ങുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സൂറത്തുൽ അഹ്സാബിൻ്റെ നിരവധി ആയത്തുകൾ. സൂറത്തുൽ അഹ്സാബിലെ 4-ാമത്തെ ആയത്തിൽ മാ ജഅലല്ലാഹു ലി റജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫി, അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു ഒരു മനുഷ്യനും 2 ഹൃദയം നൽകിയിട്ടില്ല. അതേ ആയത്തിൽ വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും, നിങ്ങളിലേക്ക് നിങ്ങൾ ചേർത്ത് വിളിക്കുന്ന ദത്തുപുത്രന്മാരെ നിങ്ങളുടെ പുത്രന്മാരാക്കിയിട്ടില്ല. ശേഷം 5-ാമത്തെ ആയത്തിലും ഉദ്ഉഹും ലി ആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ്, നിങ്ങൾ ദത്തുപുത്രന്മാരെ അവരുടെ പിതാവിലേക്ക് ചേർത്ത് വിളിക്കുക, അതാണ് അള്ളാഹുവിങ്കൽ നീതിപൂർവകമായിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ ദത്തുപുത്രൻ ഒരിക്കലും രക്തബന്ധത്തിലൂടെ പിറന്ന മകനാകുന്നില്ല, അവനെ അവൻ്റെ പിതാവിലേക്ക് ചേർത്ത് വിളിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ സെയ്ദ് ബിൻ മുഹമ്മദ് അതോടുകൂടെ സെയ്ദ് ബിൻ ഹാരിസയായിട്ട് മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അങ്ങേയറ്റം വിഷമമുണ്ടാകും. അത്രയും കാലം തൻ്റെ പേരിനോട് ചേർത്ത് റസൂലുള്ളാഹിൻ്റെ പേരുണ്ടായിരുന്നു. ആ വലിയ വിഷമം പരിഹരിക്കാനെന്നോണം അള്ളാഹു നൽകിയ കോമ്പൻസേഷൻ നോക്കുക. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹിൻ്റെ മറ്റൊരു അനുയായികൾക്കും ലഭിക്കാത്ത വലിയ സൗഭാഗ്യം, സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് തന്നെ പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറയാം. നമുക്കറിയാം റസൂലുള്ളാഹിൻ്റെ അനുയായികളിൽ പേര് പറയപ്പെട്ട ഏക സ്വഹാബി സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ്. ഫലമ്മാ ഖളാ സെയ്ദും മിൻഹാ വതറൻ, സൂറത്തുൽ അഹ്സാബിൽ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് തന്നെ ഖുർആൻ കോട്ട് ചെയ്യാണ്. അത് ഏറ്റവും വലിയ ബഹുമതിയായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹു ആ വിവാഹ ജീവിതം മുന്നോട്ട് പോകാതായ സമയത്ത് അവസാനം സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹമോചനം ചെയ്യുകയാണ്. അങ്ങനെ ഇദ്ദാകാലത്തിന് ശേഷം
അവരെ വിവാഹം ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞ ആ ഒരു സമ്പ്രദായം പൊളിച്ചടക്കാൻ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് അള്ളാഹു നേരിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൽപ്പന നൽകുകയാണ്. അപ്പോൾ നിരവധി ആക്ഷേപങ്ങൾ ആ സമൂഹത്തിൽ നിന്ന് ഉയർന്നു. അതിനെല്ലാം അള്ളാഹു ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ അതേ സൂറത്തുൽ അഹ്സാബിന്റെ 40-ാമത്തെ മനോഹരമായിട്ടുള്ള ഒരു ആയത്തിൽ മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഒരിക്കലും നിങ്ങളുടെ പുരുഷന്മാരിൽ ഒരാളുടെയും പിതാവായിട്ടില്ല. അതായത് നിങ്ങൾ ആരോപിക്കുന്നത് പോലെയല്ല, അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള പുത്രനല്ല. ശേഷം ആ സമൂഹത്തിലുള്ള ആക്ഷേപങ്ങൾ വരുന്ന സമയത്ത് ആ സമൂഹത്തിന്റെ വ്യവസ്ഥ അല്ലെങ്കിൽ അവരുണ്ടാക്കിയ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടവനല്ല, മറിച്ച് വലാകിൻ റസൂൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ടവനാണ് അവന്റെ പ്രവാചകൻ. അള്ളാഹു ഡിഫെൻഡ് ചെയ്യാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ 40-ാമത്തെ ആയത്തിലും ഫലമ്മ ഖളാ സെയ്ദും മിൻഹ വത്വറൻ, സെയ്ദ് റളിയല്ലാഹു അൻഹു അവരെ വിവാഹമോചനം ചെയ്തതിന് ശേഷം സവ്വജ്നാകഹ, നാം താങ്കൾക്ക് അവരെ ഭാര്യയാക്കി തന്നു. അതായത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് അതവിടെ സംഭവിച്ചത്, റസൂലുള്ളാഹിന്റെ താല്പര്യപ്രകാരമല്ല. അള്ളാഹു റസൂലുള്ളാഹിനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുകയാണ്. അതായത് ലോകത്തുള്ള മറ്റുള്ള എല്ലാ വിവാഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വലിയൊന്നുമില്ലാതെ അള്ളാഹിന്റെ ഡയറക്റ്റ് കൽപ്പന പ്രകാരം വാനലോകത്ത് വെച്ചാണ് ആ നിക്കാഹ് നടക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് സ്വഹീൽ ബുഖാരി കടന്നു വരുന്ന ഒരു ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, പിൻകാലഘട്ടത്ത് സൈനബ് റളിയല്ലാഹു അൻഹ അവര് അഭിമാനത്തോടുകൂടെ മറ്റുള്ള ഭാര്യമാരോട് പറയും, നിങ്ങളെ എല്ലാം നിങ്ങളുടെ കുടുംബക്കാരാണ് വിവാഹം കഴിപ്പിച്ചത്, എന്നെ 7 ഉപരിലോകങ്ങൾക്ക് മീതെ എന്നും അള്ളാഹുവാണ് എന്നെ വിവാഹം കഴിപ്പിച്ചത്. അവര് അഭിമാനത്തോടുകൂടെ അത് പറയായിരുന്നു. കാരണം സവ്വജ്നാകഹ, അതാണ് ആ നിക്കാഹ് കോൺട്രാക്റ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ റസൂലുള്ളാഹിന്റെ ഈ ഒരു സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം ആ സമൂഹത്തിൽ വലിയൊരു ഇവന്റ് ആയിട്ട് മാറാണ്. ഇതര വിവാഹങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ആ സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം. ഇൻഷാ അല്ലാഹ് വിവാഹത്തിലേക്ക് പിന്നീട് വരാം. അതിനു മുമ്പ് നമ്മൾ പോസ് ചെയ്ത് അതിലുള്ള ചില പാഠങ്ങളും അതേപോലെ തന്നെ ഇതിനെതിരെ പ്രധാനമായിട്ട് ശത്രുക്കൾ ഉന്നയിക്കുന്ന ചില വിമർശനങ്ങളെ സംബന്ധിച്ചും സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമതായിട്ട് അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ആ തബന്നി വ്യവസ്ഥ, മകനാക്കുന്ന ആ ഒരു വ്യവസ്ഥ നിർത്തലാക്കി അതിനെതിരെ ഇത്തരം ആയത്തുകളെല്ലാം പറയുന്ന സമയത്ത് ഒരാളെ ദത്തെടുക്കൽ ഇത്ര വലിയ പാതകാണോ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ തബന്നി അതേപോലെ തന്നെ മറ്റൊരു പദം കഫാല എന്നുള്ളതാണ്. ഒരാളെ നമ്മൾ ദത്തെടുക്കുക, യതീമായിട്ടുള്ള ഒരാളെ ഈ രൂപത്തിൽ ദത്തെടുത്ത് അയാളെ സംരക്ഷിക്കുന്നത്, അത് അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കപ്പെട്ടതും അങ്ങേയറ്റം പ്രതിഫലാർഹമായിട്ടുള്ള കർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വയം റസൂലുള്ള യതീമായിരുന്നു. റസൂലുള്ള വളരുന്നത് മുഴുവൻ മറ്റൊരാളുടെ സംരക്ഷണത്തിന് കീഴിലാണ്. അത് ഏറ്റവും വലിയ ഒരു ഫേവറായിട്ട് അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ദുഹയിൽ, അലം യജിദിക യതീമൻ ഫആവ. അതേപോലെ സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിലും റസൂലുള്ള പറയുന്നുണ്ട്, അന വകാഫിലിൽ യതീമി ഫിൽ ജന്നത്തി കഹാതൈൻ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്ന ആളും അവർ സ്വർഗത്തിൽ ഒരുമിച്ചായിരിക്കും. അപ്പോൾ റസൂലുള്ളാഹിന്റെ ആ സാമീപ്യം നേടാൻ സ്വർഗത്തിലേക്കുള്ള ഷോർട്ട് കട്ടായിട്ടെല്ലാം ഈ വമ്പിച്ച പുണ്യകർമ്മത്തെ റസൂലുള്ള പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് മറ്റൊരാളുടെ പേര് സ്വീകരിച്ച് അതേ രൂപത്തിൽ ആ പിതൃത്വം ആരോപിക്കുന്ന അതിനെയാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ വിമർശിക്കുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ട മനോഹരമായിട്ടുള്ളൊരു സംഭവം, അതായത് ആ സമൂഹത്തിൽ ഈ രൂപത്തിലുള്ള ആളുകളെ, പിതാവ് നഷ്ടപ്പെട്ട ആളുകൾ ഏത് രൂപത്തിലായിരുന്നു റസൂലുള്ള കെയർ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ താരിഖുൽ കബീറിൽ ഈ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ബഷീർ ഇബ്നു അഖറബ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഉപ്പയുടെ കൂടെ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി പോയി. കുട്ടിയായ എന്നെ റസൂലുള്ള ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വിളിച്ചു, ശേഷം എൻ്റെ പേര് ചോദിച്ചു, അതിനുശേഷം എൻ്റെ തലയിൽ കൈവച്ച് എന്നെ തലോടി റസൂലുള്ള എന്നോട് സംസാരിച്ചു. ഞങ്ങൾ തിരിച്ചുപോയി. കാലങ്ങൾക്ക് ശേഷം എൻ്റെ പിതാവ് ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായി. അപ്പോൾ പ്രിയപ്പെട്ട പിതാവിനെ നഷ്ടപ്പെട്ട ആ ഒരു വിഷമത്തിൽ സദാസമയവും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ വിഷമം മനസ്സിലാക്കിയ റസൂലുള്ള ഒരിക്കൽ എൻ്റെ അടുത്ത് വന്ന് എന്നെ ആശ്വസിപ്പിച്ചു. ശേഷം റസൂലുള്ള എന്നോട് ചോദിച്ചു, അമാ തർല അൻ അക്കൂന അൻ അബൂഖ് വ ആയിഷത ഉമ്മുഖ്, ഓ മോനെ, ഞാൻ നിന്റെ പിതാവും നിന്റെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുമാകുന്നതിനെ കുറിച്ച് നീ സംതൃപ്തനല്ലേ? അപ്പോൾ പിതാവ് നഷ്ടപ്പെട്ട ആളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ ആശ്വസിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹുവുമായിട്ട് നമ്മൾ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് മാറിയെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹത്തിലോ അല്ലെങ്കിൽ നിലപാടിലോ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അത് അതേ രൂപത്തിൽ തന്നെ തുടരുന്നുണ്ട്. നമുക്കറിയാം, ആ ത്വാഇഫിലേക്ക് റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സഹിക്കേണ്ടി വന്ന ആ ത്വാഇഫിലേക്കുള്ള യാത്രയിലെല്ലാം റസൂലുള്ളാഹിൻ്റെ കൂടെ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനെല്ലാം സാക്ഷിയായിരുന്നു. പിന്നീട് ഈ സെയ്ദ് റളിയല്ലാഹു അൻഹു ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നുണ്ട്. ഉമ്മു ഐമൻ നമുക്കറിയാം റസൂലുള്ളാഹിൻ്റെ വളർത്തുമ്മയാണ്. അപ്പോൾ അവർ തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ട്. പക്ഷേ റസൂലുള്ള ഒരിക്കൽ ആരെങ്കിലും ഒരു സ്വർഗീയ സ്ത്രീയെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവരെ വിവാഹം ചെയ്യട്ടെ എന്ന് പറഞ്ഞ ഉടനെ അവരുടെ ആ മഹത്വം കണക്കിലെടുത്ത് സെയ്ദ് റളിയല്ലാഹു അൻഹു അവരെ വിവാഹം ചെയ്യാൻ.
അങ്ങനെ ആ ദാമ്പത്യം വളരെ സന്തോഷത്തോടു കൂടെ തന്നെ മുന്നോട്ട് പോയി. അവർക്കതിൽ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ആ ഒരു സന്താനം പിറക്കുന്നുണ്ട്. അവരെല്ലാം റസൂലുള്ളാഹിന്റെ വീട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഉസാമ ബിൻ സെയ്ദ് റസൂലുള്ളാഹിന്റെ ഫേവറേറ്റ് ആയിരുന്നു. അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേര് ലഖബ് തന്നെ ഹിബ്ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള പേരിലാണ്. റസൂലുള്ളാഹി സ്വന്തം മക്കളെ പോലെ തന്നെ അദ്ദേഹത്തെ സ്നേഹിച്ച് ആ വീട്ടിൽ വളർത്തുന്നുണ്ട്. റസൂലുള്ളാഹി അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രസിദ്ധമായിട്ടൊരു സംഭവം ഓർക്കുന്നുണ്ടാവും. ആ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോത്രത്തിലൊരു പെണ്ണ് മോഷ്ടിച്ച സമയത്ത് ആ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി റസൂലുള്ളാഹി വിധിച്ച സമയത്ത് ചില റെക്കമെൻഡേഷന് വേണ്ടി ആ ഗോത്രക്കാർ റസൂലുള്ളാഹിനെ സമീപിക്കുന്നുണ്ട്. നേരിട്ടല്ല, റസൂലുള്ളാഹിനെ ഈ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു വഴിയാണ് സമീപിക്കുന്നത്. കാരണം ഉസാമ റസൂലുള്ളാഹിന്റെ ഫേവറേറ്റ് ആണ്. അദ്ദേഹം പറഞ്ഞാൽ വല്ല ശിക്ഷയിൽ വല്ല ഇളവും ലഭിക്കുമെന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ്. ആ രൂപത്തിൽ റസൂലുള്ളാഹിനെ അവർ സമീപിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് അവസാനമായിട്ട് നിയോഗിച്ച സൈന്യത്തിൻ്റെ തലപ്പത്തും റസൂലുള്ളാഹി നിയമിച്ചത് ഈ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം നേരത്തെ നമ്മൾ പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഏക സ്വഹാബിയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പദവിക്കും മഹത്വത്തിനുള്ള ഏറ്റവും വലിയ സാക്ഷിയാണ് റസൂലുള്ളാഹിന്റെ പ്രിയ പത്നിയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ അവരെ സംബന്ധിച്ച് പറയുന്നത്. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കടന്നു വരുന്ന സ്വഹീഹായിട്ടുള്ള ഈ ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദുൻ ഫി ജയ്ഷിൻ. റസൂലുള്ളാഹി ഏതെങ്കിലും ഒരു സൈന്യത്തെ പറഞ്ഞയക്കുന്ന സമയത്ത് ആ സൈന്യത്തിൽ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനാണ് ഇൻചാർജ് നൽകുക. ശേഷം പറയുന്ന വാക്കുകൾ വലൗ ബഖിയ ബഅദഹു ഇസ്തഖ്ലഫഹു. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ആയിരുന്നു പിൻഗാമിയായിട്ട് വരിക. ചിന്തിച്ചു നോക്ക്. അതായത് ഈ പറയുന്നത് ആദ്യത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പിൻഗാമിയായിട്ട് വന്നേനെ എന്നുള്ള അത്രയും വലിയ പദവിയാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. നമുക്കറിയാം റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് തന്നെ നടക്കുന്ന മുഅ്ത യുദ്ധത്തിൽ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രസ്താവനയും അദ്ദേഹത്തെ സംബന്ധിച്ച് കാണാൻ സാധിക്കും. ഇനി നമ്മൾ സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള റസൂലുള്ളാഹിന്റെ ആ വിവാഹത്തിനെതിരെ ശത്രുക്കൾ ഉന്നയിക്കുന്ന തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ചില ആരോപണങ്ങൾ അത് പരിശോധിക്കണം. ഒന്നാമതായിട്ട് അവർ പറയാറുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പെട്ടെന്ന് സൈനബ് റളിയല്ലാഹു അൻഹയോട് എന്തോ ഒരു താല്പര്യം തോന്നി. അത് പൂർത്തിയാക്കാൻ വേണ്ടി വളർത്തുപുത്രനെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ച് ആ വിവാഹമോചനം നടത്തി എന്നുള്ളത് നഊദു ബില്ലാഹ്. ചില ആളുകൾ ഒന്നുകൂടെ കടന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹു വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് വധിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ടും മുഅ്തയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു എന്ന് നഊദു ബില്ലാഹ്. ആ രൂപത്തിലുള്ള ആരോപണങ്ങൾ വരെ അവർ പറയാറുണ്ട്. ചിന്തിച്ചു നോക്ക്. അതായത് സൈനബ് റളിയല്ലാഹു അൻഹക്ക് റസൂലുള്ളാഹിനെ വിവാഹം ചെയ്യാൻ തുടക്കത്തിലെ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നേരത്തെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിരുന്നെങ്കിൽ ആ സൈനബ് റളിയല്ലാഹു അൻഹയും അവരുടെ കുടുംബവും 100% സന്തോഷത്തോടെ തന്നെ അത് സ്വീകരിക്കാൻ അവർ സന്നദ്ധരായിരുന്നു. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാര്യമുണ്ട്, വളർത്തുപുത്രനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ച് ശേഷം അദ്ദേഹം ഒഴിവാക്കാൻ വേണ്ടി കാത്തിരിക്കണം. അതായത് നേരത്തെ തന്നെ നേർക്ക് നേരെ സിമ്പിളായിട്ട് അതിനൊരു ഓപ്ഷൻ ഉണ്ടായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിന് ഈ രൂപത്തിലുള്ള ഒരു വളഞ്ഞ വഴി സ്വീകരിക്കണം? അതിൽ എന്ത് യുക്തിയാണ് ഈ ഒരു ആരോപണത്തിലുള്ളത്? ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് ഇപ്പം അവരുടെ ആ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ കുഴപ്പങ്ങളെ സംബന്ധിച്ച് സെയ്ദ് റളിയല്ലാഹു അൻഹു പരാതിപ്പെട്ട സമയത്തെല്ലാം റസൂലുള്ളാഹി അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ അംസിക് അലൈക സൗജക് വത്തഖില്ലാഹ് റസൂലുള്ളാഹി അത് പരിഹരിക്കാനാണ് റസൂലുള്ളാഹി നിർദ്ദേശം നൽകിയതായിട്ട് കാണുക. അത്തരത്തിലൊരു താല്പര്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കാനാണ് റസൂലുള്ളാഹി ശ്രമിക്കേണ്ടിയിരുന്നത്. അതാണ് രണ്ടാമത്. മൂന്നാമതായിട്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പോയിന്റ്, റസൂലുള്ളാഹി താനുമായിട്ട് വിവാഹത്തിന് സൈനബ് റളിയല്ലാഹു അൻഹ സന്നദ്ധയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞയക്കുന്നത് ഇതേ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ തന്നെയാണ്. അവിടെ നിരവധി ഇതര സ്വഹാബികൾ ഉണ്ടായിട്ടും റസൂലുള്ളാഹി അവരുടെ എക്സ് ഹസ്ബൻഡായിരുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ തന്നെ പറഞ്ഞയക്കാനുള്ള കാരണം ഒന്നാമതായിട്ട് ഇക്കാര്യം താൻ നിർബന്ധിച്ചിട്ടല്ല, മറിച്ച് സെയ്ദ് റളിയല്ലാഹു അൻഹു സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തതെന്ന് മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അതായത് എന്തെങ്കിലും സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വല്ലതും ബാക്കിയുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തന്നെയാണ് ആ ഒരു ദൗത്യത്തിന് വേണ്ടി പറഞ്ഞയച്ചത്. അതേപോലെ തന്നെ റസൂലുള്ളാഹിക്ക് അതിനുശേഷവും ശത്രുത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരല്പം മുമ്പ് വിശദീകരിച്ചു. റസൂലുള്ളാഹി ഈ ഒരു നിയമം വന്നതിന് ശേഷവും സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഏത് രൂപത്തിലായിരുന്നു പരിഗണിച്ചത്, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുത്രൻ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി അവസാനം വരെ നൽകിയ പരിഗണനയെ സംബന്ധിച്ചെല്ലാം ഒരല്പം മുമ്പ് ഞാൻ പറഞ്ഞു. അപ്പം ഇതെല്ലാം കേവലം തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ശത്രുക്കൾ ഉന്നയിക്കുക മാത്രമാണ്. ഇനി നമ്മൾ ആ ഒരു വിവാഹത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. റസൂലുള്ളാഹി മറ്റുള്ള വിവാഹങ്ങളെക്കാളെല്ലാം ഒരല്പം വിപുലമായിട്ടാണ് ഈ ഒരു വിവാഹം നടത്തിയത്. കാരണം ഈ വിവാഹം സമൂഹത്തിൽ മാറ്റത്തിന്റെ പരസ്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള ഭാര്യമാർക്കെല്ലാം നൽകിയ അതേ മഹർ തന്നെ നൽകി. അതേസമയം അന്ന് നൽകിയ വലീമ വിവാഹ സദ്യയെ സംബന്ധിച്ച്
അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സ്വഹീഹ് ബുഖാരി കടന്നു വരുന്ന ഹദീസിൽ പറയുന്നുണ്ട്, മാ ഔലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല ഇംറഅത്തിൻ മിൻ നിസാഇഹി അക്സറ ഔ അഫ്ളല മിമ്മ ഔലമ അല സൈനബ്. അതായത് ആ സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹത്തിൽ സദ്യ നൽകിയതുപോലെ റസൂലുള്ളാഹി മറ്റൊരു വിവാഹത്തിലും സദ്യ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അന്ന് ഒരാടിനെ എല്ലാം മറുത്ത് മുഴുവൻ ആളുകൾക്കും ഭക്ഷണം നൽകി അദ്ദേഹം പറയുകയാണ്. അതേ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, അന്നത്തെ ദിവസം എൻ്റെ മാതാവ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അവർ റസൂലുള്ളാഹിക്ക് വേണ്ടി ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ഡിഷെല്ലാം അവർ തയ്യാറാക്കി. ഹൈസ്, അതായത് മാവും കാരക്കയും നെയ്യെല്ലാം ചേർത്തുണ്ടാക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു പലഹാരം. അതുണ്ടാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു. അഖ്ബിറു അന്ന ഹാദാ മിന്നാലഹു ഖലീൽ, അതായത് നീ പോയിട്ട് പറയണം റസൂലുള്ളാഹിനോട് ഇത് എൻ്റെ ഉമ്മ തന്നയച്ചതാണ്, റസൂലുള്ളാഹിനോട് എൻ്റെ സലാം പറയണം, അതേപോലെ തന്നെ അത് ഒരല്പം മാത്രമേ ഉള്ളൂ, ഇതേ ഞങ്ങൾക്ക് കഴിയും, ഈ രൂപത്തിൽ പറയാനെല്ലാം ഉമ്മ മകനോട് പറയാണ്. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ അടുത്തെത്തി. ശേഷം റസൂലുള്ളാഹിനോട് എൻ്റെ ഉമ്മ സലാം പറഞ്ഞിട്ടുണ്ട്, ഒരല്പം ഗിഫ്റ്റായിട്ട് ഒരല്പം ഭക്ഷണവും തന്നിട്ടുണ്ട്, അത് കുറച്ച് മാത്രമേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞ് റസൂലുള്ളാഹിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി അതിലേക്കൊന്ന് നോക്കി. അതിനുശേഷം അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഇദ്ഹബ് ഫദ്ഉ ഫുലാനം വ ഫുലാൻ, അവിടെ പോയിട്ട് മുഴുവൻ ആളുകളെയും ഒരുപാട് ആളുകളെ വിളിക്കാനുള്ള ആളുകളുടെ ലിസ്റ്റ് അനസ് റളിയല്ലാഹു അൻഹുവിന് നൽകി. ശേഷം അതിൻ്റെ കൂടെ റസൂലുള്ളാഹി പറഞ്ഞു വമൻ ലഖീത മിനൽ മുസ്ലിമീൻ, അതിൻ്റെ കൂടെ റസൂലുള്ളാഹി പറഞ്ഞു വമൻ ലഖീത മിനൽ മുസ്ലിമീൻ, അതായത് നീ പോകുന്ന വഴിയിൽ കണ്ടുമുട്ടിയ മുഴുവൻ ആളുകളെയും ഇങ്ങോട്ട് ക്ഷണിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ അനസ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കാണ്. അദ്ദേഹം പോയി ആ പറഞ്ഞത് പ്രകാരം തന്നെ അവിടെയുള്ള മുഴുവൻ ആളുകളെയും കൂട്ടി അനസ് റളിയല്ലാഹു അൻഹു വന്നു. അപ്പോൾ ഈ ഒരു സംഭവം അനസ് റളിയല്ലാഹു അൻഹു പിൻകാലഘട്ടത്ത് ഉദ്ധരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അവർ ചോദിക്കുന്നുണ്ട് കംഖാനു, അവരെത്ര ആളുകൾ ഉണ്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞു തലാസമിയം, ഏകദേശം 300 ആളുകളോളം ആ വീട്ടിലേക്ക് വന്നു. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഫുഡ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ ഫുഡിൻ്റെ മേലെ റസൂലുള്ളാഹി കൈവച്ച് പ്രാർത്ഥനയെല്ലാം നടത്തി 10 ആളുകളായിട്ട് വട്ടമിട്ടിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞു. പ്രത്യേകമായിട്ട് അവരോട് നിങ്ങൾ ബിസ്മി ചൊല്ലുക, നിങ്ങളുടെ മുൻഭാഗത്ത് നിന്ന് മാത്രം ഭക്ഷിക്കുക നിർദ്ദേശമെല്ലാം നൽകി. അങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് വന്നവർ മുഴുവൻ ഇതേ രൂപത്തിൽ ഇരുന്ന് അവർക്ക് വേണ്ടത്ര വയറ് നിറയോളം അവർ കഴിച്ചിട്ടാണ് അവരെല്ലാം പിരിഞ്ഞു പോയത്. എല്ലാ ആളുകളുടെയും വിശപ്പടക്കി. അതിനുശേഷം മുഴുവൻ ആളുകളും ഭക്ഷണം കഴിച്ച് പോയതിന് ശേഷം അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ആ പാത്രം എടുത്തു. പാത്രം എടുത്ത സമയത്ത് ആ പാത്രം ഞാൻ താഴെ വെച്ചപ്പോഴാണോ അതോ എടുത്തപ്പോഴാണോ അതിൽ കൂടുതൽ ഫുഡ് ഉണ്ടായിരുന്നതെന്ന് എനിക്ക് കൺഫ്യൂഷനായി എന്നുള്ളത്. അതായത് അത് ഏത് രൂപത്തിലായിരുന്നു അവിടെ വെച്ചത്, അതേ ഭക്ഷണം അതിൽ ബാക്കിയായതായിട്ട് കണ്ടു എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, അത് റസൂലുള്ളാഹിൻ്റെ ഒരു മുഅ്ജിസത്താണ്. നേരത്തെ ജാബിർ റളിയല്ലാഹു അൻഹുവായിട്ട് ബന്ധപ്പെട്ട് ഖന്തക്ക് യുദ്ധത്തിലും സമാനമായിട്ടുള്ള അത്തരം സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അവർ ആ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം സ്വഹീഹ് ബുഖാരിയിൽ അനസ് റളിയല്ലാഹു തന്നെ ഉദ്ധരിക്കുന്നുണ്ട്, ചില ആളുകൾ ഭക്ഷണം കഴിച്ച് അവർ റസൂലുള്ളാഹിൻ്റെ ആ വീട്ടിൽ അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണല്ലോ, അപ്പോൾ നമ്മളൊരു കല്യാണ വീട്ടിൽ പോയാൽ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ഒന്ന് വിശാലമായിട്ട് ഇരുന്ന് ഇങ്ങനെ ആളുകൾ സൊറ പറഞ്ഞുകൊണ്ടിരിക്കും. അതേ രൂപത്തിൽ 1, 2, 3 ആളുകൾ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവരെത്ര ആയിട്ട് പോകുന്നില്ല. ഇപ്പോൾ വിവാഹ ദിനാണ്. സൈനബ് റളിയല്ലാഹു അൻഹ ആ ചുമരിലേക്ക് ഇങ്ങനെ മുഖം തിരിച്ച് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. കാരണം അതിനുള്ള സ്പേസേ അവിടെ ഉള്ളൂ. നമ്മൾ വീടെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം വീടുകൾ 1 നില അല്ലെങ്കിൽ 2 നില നിരവധി ഇതര റൂമുകൾ, ആ രൂപത്തിലുള്ള ഒരു പ്രൈവസിയൊന്നും അവിടെയില്ല. റസൂലുള്ളാഹിൻ്റെ വീടെന്ന് പറയുമ്പോൾ കേവലം ഒരൊറ്റ റൂം മാത്രമാണ്. അപ്പോൾ അവിടെ ഇരുന്ന് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോട് എഴുന്നേറ്റ് പോകാൻ പറയാൻ മാത്രം റസൂലുള്ളാഹി വക്കാന അശദ്ദന്നാസ ഹയാഅൻ, അത്രത്തോളം, അതായത് ആ രൂപത്തിൽ പറയാനൊന്നും റസൂലുള്ളാഹിൻ്റെ ആ മഹത്തായിട്ടുള്ള സ്വഭാവ മഹിമ കാരണം അത്തരത്തിൽ സംസാരിക്കാനൊന്നും റസൂലുള്ളാഹിക്ക് കഴിയില്ലായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി അവർ കണ്ടറിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നില്ലെന്ന് കണ്ട സമയത്ത് റസൂലുള്ളാഹി അവിടെ നിന്ന് എഴുന്നേറ്റ് മറ്റുള്ള സ്ഥലത്തേക്ക്, മറ്റുള്ള ഭാര്യമാരുടെ അടുത്തേക്ക് റസൂലുള്ളാഹി പോവുകയാണ്. അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടും അവരതേ ഇരിപ്പ് അവിടെ തുടരുകയാണ്. റസൂലുള്ളാഹി ഒരല്പം കഴിഞ്ഞ് തിരിച്ചു വന്നു. ആ സമയത്തും അവരവിടെയുണ്ട്. വീണ്ടും റസൂലുള്ളാഹി പോയി. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷമാണ് അവർ പിരിഞ്ഞു പോകുന്നത്. ഈ സമയത്താണ് ഈ ഒരു വിഷയത്തിൽ മുസ്ലിങ്ങൾ പാലിക്കേണ്ട മര്യാദയെ സൂചിപ്പിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ അതേ സൂറത്തുൽ അഹ്സാബിന്റെ 53-ാമത്തെ ആയത്ത് അവതരിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ നബിയ്യ ഇല്ലാ അൻ യുഅ്ദന ലക്കും. ആ ഒരു ആയത്ത് നിങ്ങൾ വായിച്ചു നോക്കുക. അതായത് നിങ്ങൾ റസൂലുള്ളാഹിയുമായിട്ട് ഇടപെടുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദകൾ, അത് പ്രാഥമികമായിട്ട് റസൂലുള്ളാഹിനോടും അത് മൊത്തം ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളും അവർ പരസ്പരം സ്വീകരിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ചാണ് അള്ളാഹു ആയത്തിൽ പറയുന്നത്. നിങ്ങൾ അനുവാദം ചോദിച്ചതിന് ശേഷം വീട്ടിൽ കിടക്കുക. ഭക്ഷണത്തിന് ക്ഷണിക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിനുള്ള സമയമാകുമ്പോൾ പോവുക. അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾ തിരിച്ചു പോരുക.
അതായത് ആ വീട്ടുകാരുടെ സാഹചര്യവും സന്ദർഭമെല്ലാം മനസ്സിലാക്കി കണ്ടറിഞ്ഞ് നിങ്ങൾ പെരുമാറുക എന്നുള്ളതാണ്. അത് നേർക്ക് നേരെ പോകുന്ന സമയത്ത് മാത്രമല്ല, അത് ഏറ്റവും താഴേക്കിടയിൽ നമ്മൾ ഫോൺ വിളിക്കുന്ന സമയത്ത് പോലും മറുവശത്തുള്ള ആൾ അയാൾ സംസാരിക്കാൻ ആ സമയത്ത് അസൗകര്യമുണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഉറങ്ങുകയാണോ, അതെല്ലാം മനസ്സിലാക്കി ആ സംസാരം ദീർഘിപ്പിക്കാതെ അതെല്ലാം കണ്ടറിഞ്ഞ് പെരുമാറാൻ അള്ളാഹു പ്രത്യേകമായിട്ട് ഇവിടെ നിർദ്ദേശിക്കുകയാണ്. ശേഷം അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന ദാലിക്കും കാന യുദിൻ നബിയ്യ ഫയസ്തഹ്യി മിൻകും വല്ലാഹു ലാ യസ്തഹ്യി മിനൽ ഹഖ്. അതായത് നേരത്തെ അവരോട് എഴുന്നേറ്റ് പോകാൻ പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജിച്ചു. പക്ഷേ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മര്യാദകൾ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ അള്ളാഹ്ക്ക് യാതൊരു ലജ്ജയില്ല. ആ രൂപത്തിലുള്ള വലിയ ആ സാമൂഹിക മര്യാദകളെ സംബന്ധിച്ചെല്ലാം അള്ളാഹു ആ ഒരു ആയത്തിൽ സംസാരിക്കുന്നുണ്ട്. അതേ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു പ്രത്യേകമായിട്ടൊരു പുതിയ നിയമവും നിർദ്ദേശിക്കുന്നുണ്ട്. ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട ആ കൽപ്പന ഈ ഒരു ആയത്തിലാണ് അള്ളാഹു നൽകുന്നത്. ആയത്തിൽ ഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. അപ്പം നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുമായിട്ട് ഇടപഴകുന്ന സമയത്ത്, അവരോട് സംസാരിക്കുന്ന സമയത്ത് അതൊരു മറക്കു പിന്നിൽ നിന്നാകണം എന്ന് അള്ളാഹു പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുകയാണ്. അതോടുകൂടെ റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്ക് ആ ഹിജാബ് ബാധകമായിട്ട് വരികയാണ്. ഇപ്പോൾ നേരത്തെ തന്നെ സ്വഹീൽ ബുഖാരിയിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നേരത്തെ തന്നെ ഇത് നിർദ്ദേശിച്ചിരുന്നു. കാരണം റസൂലുള്ളാഹിന്റെ വീട്ടിൽ പലപ്പോഴായിട്ട് പല ആളുകളും വരും. അപ്പോൾ റസൂലുള്ളാഹി ഇപ്പോൾ നേരത്തെ സൈനബ് റളിയല്ലാഹു അൻഹ അവിടെ ഇരുന്ന രംഗമെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ പ്രവാചക പത്നിമാരെന്നുള്ളത് അവർ സാധാരണ സ്ത്രീകളെ പോലെയല്ല. ഇതേ സൂറത്തുൽ അഹ്സാബിന്റെ 6-ാമത്തെ വചനത്തിൽ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാത്തുഹും. പ്രവാചക പത്നിമാർ അവർ മുഴുവൻ വിശ്വാസികൾക്കും അവർ മാതാക്കളാണ്. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് അവർക്കുള്ളത് കൊണ്ട് തന്നെ ചില പ്രത്യേക നിയമങ്ങളും അള്ളാഹു അവർക്ക് നൽകുകയാണ്. ആ ഒരു ഹിജാബ്, മറയുമായി ബന്ധപ്പെട്ട കൽപ്പന. അപ്പോൾ അവിടെ സാന്ദർഭികമായിട്ട് പലപ്പോഴും നമ്മൾ ഹിജാബ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മളതിനെ മനസ്സിലാക്കുന്നത് മറ്റൊരു രൂപത്തിലാണ്. സീറയുടെ 87-ാമത്തെ എപ്പിസോഡിൽ സൂറത്ത് നൂർ ഇഫ്കുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിച്ച സമയത്ത് നമ്മൾ അവിടെ സൂചിപ്പിച്ചിരുന്നു. സൂറത്ത് നൂറിൻ്റെ 31-ാമത്തെ വചനത്തിൽ അള്ളാഹു വളരെ കൃത്യമായിട്ട് ആ വസ്ത്രധാരണ നിയമം ആ ഒരു ആയത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്ന ഹിമാർ പലപ്പോഴും ഹിജാബായിട്ടാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. അപ്പം അത് ഞാൻ അവിടെ വിശദീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ആ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കൽപ്പന ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹു നൽകുകയാണ്. അപ്പം അതും സൈനബ് റളിയല്ലാഹു അൻഹയുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും സൈനബ് റളിയല്ലാഹു അൻഹ അവരഭിമാനത്തോടുകൂടെ ഫകാന തഫ്ഖറു ബിദാലിക്, അഭിമാനത്തോടുകൂടെ മറ്റുള്ള ഭാര്യമാരോട് പറയായിരുന്നു 3 കാര്യങ്ങളെ സംബന്ധിച്ച്. ഒന്നാമതായിട്ട് സവ്വജകുന്ന അഹാലികുന്ന വ സവ്വജനില്ലാഹു മിൻ ഫൗഖി അർഷിഹി. നിങ്ങളെല്ലാം നിങ്ങളുടെ കുടുംബക്കാരാണ് വിവാഹം കഴിപ്പിച്ചതെങ്കിൽ എന്നെ 7 ഉപരിലോകങ്ങൾക്ക് മീതെയൊന്നും അള്ളാഹുവാണ് വിവാഹം കഴിപ്പിച്ചത്. അള്ളാഹു വലിയായിട്ട് ആ രൂപത്തിലാണ് എൻ്റെ വിവാഹം നടന്നത്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് അവർക്ക് മാത്രം ലഭിച്ച സൗഭാഗ്യങ്ങളെ സംബന്ധിച്ച് പറയാണ്. രണ്ടാമതായിട്ട് റസൂലുള്ളാഹിന്റെ ആ ഭാര്യമാർക്കിടയിൽ കുടുംബ ബന്ധം കൊണ്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഞാനാണ്. കാരണം റസൂലുള്ളാഹിന്റെ അമ്മായിയുടെ മകളാണ്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് അവർ പറയും, അതാ നമ്മുടെ വിഷയം, എൻ്റെ വിവാഹദിനാണ് ഹിജാബുമായി ബന്ധപ്പെട്ട ആ ഒരു നിയമം അള്ളാഹു നൽകിയത്. അതും അവർ പറയുമായിരുന്നു. പിന്നീട് വളരെ ഊഷ്മളമായിട്ടൊരു ദാമ്പത്യ ജീവിതം അവർ റസൂലുള്ളാഹിനോടൊപ്പം പങ്കിടുന്നുണ്ട്. 3-4 വർഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്നതാണ്. പക്ഷേ നിരവധി സംഭവങ്ങൾ അതിനിടയിൽ അരങ്ങേറുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്കിടയിൽ അവരോട് ഏറ്റവും കൂടുതൽ മത്സരിച്ചിരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഭാര്യമാരുടെ കൂട്ടത്തിൽ എന്നോട് ഏറ്റവും കടപിടിച്ചിരുന്നത് സൈനബാണ്, സൈനബ് റളിയല്ലാഹു അൻഹയാണ്. കാരണം അവർ എല്ലാം കൊണ്ടും ബന്ധം കൊണ്ടും അതേപോലെ തന്നെ നിരവധി പ്രത്യേകതകൾ അവർക്കുണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു. അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് 3-4 സംഭവങ്ങൾ സീറയിൽ കാണാൻ സാധിക്കും. സ്വഹീഹ് മുസ്ലിമിൽ അൻസാറുകളായിട്ടുള്ള ആളുകൾ, മദീനയിലുള്ള അൻസാറുകൾ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാകുന്ന സമയത്ത് അന്നത്തെ ദിവസം മാത്രം അവർ അവരുടെ ഗിഫ്റ്റുകളെല്ലാം ഒരുക്കു കൂട്ടി വെച്ച് അന്നത്തെ ദിവസം റസൂലുള്ളാഹിക്ക് അത് കൊണ്ടുപോയി കൊടുക്കും. കാരണം റസൂലുള്ളാഹിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹിന്റെ ആ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി അന്നത്തെ ദിവസം മാത്രം അവർ ആ ഗിഫ്റ്റുകളെല്ലാം കൊണ്ടുപോയി കൊടുക്കും. അത് മറ്റുള്ള ഭാര്യമാർക്കെല്ലാം അതിൽ പരാതി. അവർ പറഞ്ഞു ആ ദിവസത്തിന് മാത്രം പ്രത്യേക പരിഗണന പാടില്ല, മറ്റുള്ള എല്ലാ ദിവസവും അതേ രൂപത്തിൽ കൊണ്ടുവരണമെന്ന് അവർ പരാതി പറയാണ്. ആ പരാതി പറയാൻ വേണ്ടി അവർ ആദ്യം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ പറഞ്ഞേക്കാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ഏറ്റവും ബുദ്ധിശാലിയായിട്ടുള്ള ഒരു വനിതയായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. പല സമയത്തും റസൂലുള്ളാഹി അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചെല്ലാം വലിയ ക്രൈസിസ് എല്ലാം വരുന്ന സമയത്ത് അവരുടെ ഉപദേശം റസൂലുള്ളാഹി തേടുന്നുണ്ട്. മുമ്പോട്ടുള്ള ചരിത്രത്തിൽ ഹുദൈബിയ സന്ധിയുടെ ചരിത്രത്തിലെല്ലാം നമ്മളത് കാണും. റസൂലുള്ളാഹി ആ രൂപത്തിലുള്ള റെസ്പെക്റ്റ് അവർക്ക് നൽകിയിരുന്നു. അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വന്ന് ആ വിഷയം, ആ കാര്യം അവിടെ അവതരിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം. റസൂലുള്ളാഹി ഒന്നും മറുപടി പറഞ്ഞില്ല. കാരണം അത് റസൂലുള്ളാഹിന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല.
അൻസാറുകളായിട്ടുള്ള ആളുകൾ അവർ ചെയ്യുന്നതാണ്, പല ആളുകളായിട്ട് ഒന്നിച്ച് ചെയ്യുന്നതാണ്. അപ്പം അത് വിലപ്പോകുന്നില്ല എന്ന് കണ്ട സമയത്ത് ഈ ഭാര്യമാർ അവർ റസൂലുള്ളാഹിൻ്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹിൻ്റെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പറഞ്ഞേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വളരെ എളുപ്പത്തിൽ തന്നെ അത് കൺവിൻസ് ചെയ്തു. റസൂലുള്ളാഹി കാരണം മകളാണ്, റസൂലുള്ളാഹിക്ക് നന്നായിട്ട് അറിയാം. അതും ഏശാതെ പോയ സമയത്ത് മൂന്നാമതായിട്ട് അവർ സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ പറഞ്ഞേക്കാണ്. ഇങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാകുന്ന സമയത്ത് അവിടെ പോയി ധൈര്യം സംഭരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ വലിയൊരു പ്രസംഗം നടത്തി. ഒരല്പം അവരെ അതിര് കടക്കുന്ന രൂപത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ വിമർശിച്ചെല്ലാം അവർ സംസാരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി ഇതെല്ലാം കണ്ടും കേട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ആ സംസാരം പൂർത്തിയായ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ നോക്കി. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിനക്ക് പറയാനുള്ളത് പറയാം. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ സംസാരിക്കാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ സൈനബ് റളിയല്ലാഹു അൻഹയെ എല്ലാ അർത്ഥത്തിലും വായ അടപ്പിക്കുന്ന രൂപത്തിൽ ഹത്ത അസ്കതഹ ആ രൂപത്തിലുള്ള മറുപടി നൽകി. അവസാനം അവർ ഉത്തരം മുട്ടിപ്പോയി എന്നുള്ളതാണ്. അതെല്ലാം കഴിഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സൈനബ് റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നീ അത് ചോദിച്ചു വാങ്ങിയതാണ്, ഏതായാലും അവർ മോശം വരില്ല, കാരണം അത് അബൂബക്കറിൻ്റെ മകളല്ലേ. ഇന്നഹ ഇബ്നത്തു അബീബക്കർ റളിയല്ലാഹു അൻഹു, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ രൂപത്തിലാണെന്നല്ല, മറിച്ച് അദ്ദേഹത്തെ പോലെ തന്നെ ആ ഒരു ഭാഷാ നൈപുണ്യം, ആ ബലാഗ അല്ലെങ്കിൽ ആ വാക്ചാതുര്യം അതെല്ലാം മകളായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹക്കും ലഭിച്ചിരുന്നു. ആ രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതേപോലെ തന്നെ അവർക്കിടയിലുണ്ടായ മറ്റൊരു സംഭവം വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്വഹീൽ ബുഖാരി തന്നെ കടന്നു വരുന്ന ആ തേനുമായിട്ട് ബന്ധപ്പെട്ട സൂറത്തു തഹ്രീം പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിൻ്റെ തന്നെ അവതരണത്തിനെല്ലാം കാരണമായി തീർന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നും തേൻ കുടിച്ച് ഒരല്പസമയം അവിടെ ചെലവഴിച്ച് റസൂലുള്ളാഹി തിരിച്ചു വന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും, അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ, അവരൊരു ഗ്രൂപ്പായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുകയാണ്. റസൂലുള്ളാഹി വരുന്ന സമയത്ത് നമ്മൾ രണ്ടാളും ചോദിക്കണം, നിങ്ങൾ മഗാഫിർ കുടിച്ചിട്ടുണ്ടോ? മഗാഫിർ എന്നുള്ളത് ഒരല്പം ദുർഗന്ധം ഉണ്ടാക്കുന്ന ഒരു ദ്രാവകമാണ്, അത് കുടിച്ചിട്ടുണ്ടോ എന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കണം. ആ രൂപത്തിൽ റസൂലുള്ളാഹിൻ്റെ വായ ഒരു ദുർഗന്ധം ഉണ്ടെന്നെല്ലാം നമ്മൾ പറയും. അങ്ങനെ അവർ പദ്ധതി തയ്യാറാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സമയത്ത് അവർ ആ രൂപത്തിൽ പറഞ്ഞു. റസൂലുള്ളാഹി ആ കുടിച്ച തേൻ കാരണമാണ് ആ ദുർഗന്ധം ഉണ്ടാകുന്നതെന്ന് കരുതി ഇനി മേലിൽ തേൻ കുടിക്കില്ല എന്ന് റസൂലുള്ളാഹി ശപഥം ചെയ്യുകയാണ്. അപ്പോൾ അത് തിരുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ ആ സൂറത്തു തഹ്രീമുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകളെല്ലാം അവതരിപ്പിക്കുന്നത്. ആ ഒരു സംഭവത്തിലും സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് അവർക്കിടയിൽ ഇഅ്തികാഫുമായിട്ട് ബന്ധപ്പെട്ട ആ സംഭവമാണ്. റസൂലുള്ളാഹി റമദാന്റെ അവസാനത്തെ പത്തിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ കൂടെ ഇഅ്തികാഫ് ഇരിക്കാൻ വേണ്ടി അനുമതി ചോദിച്ചു, റസൂലുള്ളാഹി നൽകി. അത് കണ്ടപ്പോൾ ഹഫ്സ റളിയല്ലാഹു അൻഹയും ചോദിച്ചു, റസൂലുള്ളാഹി അനുമതി നൽകി. അപ്പോൾ അവർ രണ്ടാളും പള്ളിയിൽ വന്ന് തമ്പെല്ലാം കെട്ടിയത് കണ്ട സമയത്ത് സൈനബ് റളിയല്ലാഹു അൻഹ അനുമതി ചോദിക്കാതെ തന്നെ അവരോടൊപ്പം അപ്പുറത്ത് മറ്റൊരു തമ്പ് കെട്ടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം റസൂലുള്ളാഹി പള്ളിയിൽ വന്ന സമയത്ത് നിരവധി തമ്പുകൾ കാണാം. അപ്പോൾ റസൂലുള്ളാഹിക്ക് കാര്യം പിടികിട്ടി. റസൂലുള്ളാഹി പറഞ്ഞു, അൽ ബിറു അറദ്നാ ബിഹാദാ മാ അന ബി മുഅ്തകിഫ്, അള്ളാഹിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചിട്ട് തന്നെയാണോ നിങ്ങൾ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ രൂപത്തിലൊന്നുമല്ല. റസൂലുള്ളാഹി തമ്പ് പൊളിക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ആ വർഷം റസൂലുള്ളാഹി ഇഅ്തികാഫ് ഇരുന്നില്ല. പിന്നീട് അത് ഇരട്ടിയായിട്ട് ഇരുന്ന് റസൂലുള്ളാഹി അതിന് വീട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിലും സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ അവർക്കിടയിൽ റസൂലുള്ളാഹിൻ്റെ ആ സ്നേഹം പിടിച്ചു പറ്റാനും മതപരമായിട്ടുള്ള കാര്യത്തിൽ മുന്നേറാനെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള മത്സരം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ ഈ രൂപത്തിലാണെങ്കിലും ഇതേ ആയിഷ റളിയല്ലാഹു അൻഹ സൈനബ് റളിയല്ലാഹു അൻഹയെ വാനോളം വാഴ്ത്തുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, അതായത് ഒരു കോമ്പറ്റീറ്റർ, മത്സരിക്കുന്ന ആൾ, അയാൾ നൽകുന്ന പുകഴ്ത്തൽ, പ്രശംസ എന്നുള്ളത് അത് ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി ആണെന്ന് പറയാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അവർക്കെതിരെ ആ സമൂഹത്തിൽ അപവാദ പ്രചാരണം, ആ ഇഫ്ക് അരങ്ങേറിയ സമയത്ത് റസൂലുള്ളാഹി ഒരു ഘട്ടത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹയോട് ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഒരു അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സൈനബ് റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വളരെ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അവർക്ക് മോശം പറയായിരുന്നു. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, അവരുടെ ആ തഖ്വ, അവരുടെ ദൈവഭയം എന്നെ സംബന്ധിച്ച് ഇല്ലാത്തത് പറയുന്നതിൽ നിന്നും അവരെ തടഞ്ഞു. അങ്ങനെ അത്രയേറെ തഖ്വയുള്ള സ്ത്രീ ആയിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ. അതേപോലെ തന്നെ സ്വഹീഹ് മുസ്ലിമിൽ തന്നെ കടന്നു വരുന്ന ഈ ഒരു ഹദീസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മാ റഅയ്തു ഇംറഅതൻ ഖദ് ഖൈറൻ ഫിദ്ദീൻ മിൻ സൈനബ് വഅത്ഖാലില്ലാ വഅസ്ദഖ ഹദീസൻ വഅൗസല റഹീം. മതഭക്തി, ദൈവഭയം, സത്യസന്ധത, കുടുംബസ്നേഹം, ദാനശീലം, ഇതിലെല്ലാം സൈനബ് റളിയല്ലാഹു അൻഹയേക്കാൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്.
അത്രയേറെ എല്ലാ കാര്യത്തിലും അങ്ങേയറ്റം മുന്നിട്ട് നിന്നൊരു മഹതിയായിരുന്നു അവർ. അവരുടെ ദാനശീലെല്ലാം പ്രസിദ്ധമാണ്. അവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് തോല് ഉണക്കി അതിൽ നിന്നും ചില കരകൗശല വസ്തുക്കളെല്ലാം നിർമ്മിച്ച് അത് വിറ്റ് കിട്ടുന്ന പണം അവർ ദാനം ചെയ്യുക എന്നുള്ളത്. ആ രൂപത്തിൽ എത്രയേറെ ദാനശീലം. അതേപോലെ തന്നെ അവരുടെ മതഭക്തിയെ സംബന്ധിച്ചു ഇപ്പോൾ പ്രസിദ്ധമായിട്ടൊരു ഹദീസ് നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കാറുള്ളതാണ്. പള്ളിയിൽ ഒരു കയറ് കെട്ടി രാത്രി ദീർഘനേരം നമസ്കരിച്ചത്. ആ കയറ് കണ്ട സമയത്ത് റസൂലുള്ള അത് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെയുള്ള ആളുകൾ അതാ ഹബലുല്ലി സൈനബ് റളിയല്ലാഹു അൻഹ അവർ ഉറക്കം തൂങ്ങുന്ന സമയത്ത് ഉറങ്ങാതിരിക്കാൻ വേണ്ടി പിടിച്ച് തൂങ്ങാൻ വേണ്ടി കെട്ടിയതാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള ആ കയറഴിക്കാനും ആ രൂപത്തിലല്ല നമസ്കരിക്കുക, നിങ്ങൾ വിശ്രമിക്കുക, ശേഷം ക്ഷീണം അകറ്റിയതിന് ശേഷം നമസ്കരിക്കുക എന്നുള്ള ഉപദേശമല്ല. അതിലും സൈനബ് റളിയല്ലാഹു അൻഹ അവിടെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പം അവരുടെ ആ ദാനശീലത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ റസൂലുള്ള തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് മകള് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചൊരു സ്വകാര്യം പറയുന്നുണ്ട്. അത് കേട്ട സമയത്ത് അവർ ചിരിക്കുന്നുണ്ട്. പിൻകാലത്ത് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ എന്തായിരുന്നു സ്വകാര്യം പറഞ്ഞതെന്ന് ചോദിച്ച സമയത്ത് മകള് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ ആദ്യം നീ ആയിരിക്കും എന്നോട് ചേരുക. അതായത് കുടുംബത്തിൽ നിന്ന് ആദ്യം എനിക്ക് ശേഷം മരണപ്പെടുക നീ ആയിരിക്കും എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അത് കേൾക്കുന്ന സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വയസ്സ് 21 വയസ്സ് മാത്രമാണ്. അത് കേൾക്കുന്ന സമയത്ത് അവർ ചിരിക്കുകയാണ്. കാരണം റസൂലുള്ളാഹിയിലേക്ക് തന്നെ ചേരാനുള്ള അതിലുള്ള സന്തോഷം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സമാനമായിട്ട് ഭാര്യമാരോടും പറഞ്ഞു, നിങ്ങൾക്കിടയിൽ ആദ്യം എന്നിലേക്ക് വന്നു ചേരുക അത്വലിക്കുന്നയതൻ, നിങ്ങളിൽ ഏറ്റവും നീളമുള്ള കൈയുള്ള വ്യക്തിയായിരിക്കും എന്നിലേക്ക് ആദ്യം ചേരുക. അപ്പം അത് കേട്ടതിന് ശേഷം റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിന്റെ ഭാര്യമാരെല്ലാം ഒന്നിക്കുന്ന സമയത്ത് അവർ മുഴുവൻ ആ ചുമരിൽ ആ കൈ വെച്ച് ഇങ്ങനെ അവർ അളവ് നോക്കും. അപ്പം അതിലേറ്റവും നീളം കൂടിയ കൈ സൗദ റളിയല്ലാഹു അൻഹയ്ക്കായിരുന്നു. അതേപോലെ തന്നെ അവരായിരുന്നു പ്രായത്തിലും ഏറ്റവും മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ആളുകളും പ്രതീക്ഷിച്ച് അവരായിരിക്കും ആദ്യം മരണപ്പെടുക എന്നുള്ളത്. പക്ഷെ അതേസമയം ആ സംഘത്തിൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്കിടയിൽ ഏറ്റവും നീളം കുറഞ്ഞ കൈ സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടേതായിരുന്നു. അപ്പോൾ ആ ഒരു പ്രവചനം അതേ രൂപത്തിൽ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം സൈനബ് റളിയല്ലാഹു അൻഹ വീട്ടിനകത്ത് ഖുർആൻ പാരായണം, ദിക്ർ, ദുആ, നമസ്കാരം ആ രൂപത്തിലൊരു സാഹിദയായിട്ട് ആ രൂപത്തിലുള്ളൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ജീവിച്ചിരുന്ന മുഴുവൻ റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്കും ഒരു പ്രത്യേക തുക, ഒരു പെൻഷൻ സംവിധാനം അദ്ദേഹം നടപ്പിലാക്കുന്നുണ്ട്. പൊതുഖജനാവിൽ നിന്നും 1200 വെള്ളി നാണയങ്ങൾ അവരുടെ ആ ചെലവിനും വേണ്ടിയെല്ലാം ഉമർ റളിയല്ലാഹു അൻഹു നൽകുകയാണ്. ആ ഒരു തുക സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിച്ച സമയത്ത് അവരുടനെ തന്നെ മുഴുവൻ തുക എടുത്തിട്ട് അവർ ദാനം നൽകുകയാണ്. എന്നിട്ട് കൂടെ അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു, അല്ലാഹ് അടുത്ത വർഷം ഈ ഒരു പണം എന്നിലേക്ക് വരരുത്, ഇത് വലിയ പരീക്ഷണമാണ്. അപ്പൊ ഇതറിഞ്ഞ്, അതായത് കയ്യിൽ വന്ന മുഴുവൻ പണവും ദാനം ചെയ്ത വിവരം അറിഞ്ഞ് ഉമർ റളിയല്ലാഹു തന്നെ നേരിട്ട് ആ സൈനബ് റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ സലാം ചൊല്ലി ശേഷം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇനി 1000 കൂടെ നൽകുകയാണ്, ഇത് നിങ്ങളുടെ ചെലവിന്, നിങ്ങളുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയാണ്, ഇത് സൂക്ഷിച്ചു വെക്കണം, ഇതും ദാനായിട്ട് നൽകരുതെന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും 1000 നൽകുകയാണ്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ സൈനബ് റളിയല്ലാഹു അൻഹ അതും മുഴുവൻ ആളുകൾക്കും ദാനം നൽകിയിരുന്നു എന്നുള്ളത്. ആ രൂപത്തിൽ കയ്യിലുള്ളതെല്ലാം മറ്റുള്ള ആളുകൾക്ക് നൽകുന്ന ആ ഒരു ശീലം. അങ്ങനെ അവർ ആ പ്രാർത്ഥിച്ച പോലെ തന്നെ പിറ്റേ വർഷം അവരിലേക്ക് ആ ഷെയർ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. അങ്ങനെ അവസാനം അവർ മരണാസന്നനായ സമയത്ത് സൈനബ് റളിയല്ലാഹു അൻഹ ഒരാളെ അടുത്തുള്ള ആളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടി അന്ത്യപ്പുടവ, കഫൻ പുടവ നേരത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അമീറുൽ മുഅ്മിനീൻ എനിക്ക് വേണ്ടി അത് കൊടുത്തയക്കും. അത് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന സമയത്ത് രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ധർമ്മം നൽകുക, ദാനം നൽകുക. ആ ഒരു സമയത്ത് പോലും സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഹിജറ വർഷം 20 അല്ലെങ്കിൽ 21 സൈനബ് റളിയല്ലാഹു അൻഹ തൻ്റെ 53ാമത്തെ വയസ്സിൽ അവർ ഈ ലോകത്തോട് വിട പറയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ആദ്യമായിട്ട് മരണപ്പെടുന്നത് സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയാണ്. ആ സമയത്താണ് മറ്റുള്ള ജീവിച്ചിരുന്ന ഭാര്യമാർക്കെല്ലാം റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞ ആ ഒരു പ്രവചനത്തിൻ്റെ അർത്ഥം മനസ്സിലായത്. റസൂലുള്ളാഹി നിങ്ങൾക്കിടയിൽ ഏറ്റവും നീളമുള്ള കൈയുള്ള ആൾ അത്വലിക്കുന്ന യദൻ, അവരായിരിക്കും എന്നിലേക്ക് വന്നു ചേരുക എന്ന് റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞിരുന്നു. അത് റസൂലുള്ളാഹി ഉദ്ദേശിച്ചത് നിങ്ങൾക്കിടയിൽ ഏറ്റവും ദാനശീലമുള്ള ആൾ എന്നുള്ള അർത്ഥത്തിലായിരുന്നു. അത് സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായ സമയത്താണ് മറ്റുള്ള ആളുകൾക്കെല്ലാം മനസ്സിലാകുന്നത്. സുബ്ഹാനല്ലാഹ്. ഉമ്മുൽ ഹക്കം എന്നുള്ള അപരനാമത്തിലാണ് അവർ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ആ മദീന പള്ളിയിൽ ആളുകൾ തടിച്ചുകൂടി ആ ജനാസ നമസ്കാരത്തിന് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു നേതൃത്വം നൽകിയത്. അങ്ങനെ അവർ
ആ ബഖീൽ ഗർഖദിൽ അവരെ ഖബറടക്കുകയും ചെയ്തു. അപ്പോൾ അവർ മൊത്തം 11ഓളം ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സൈനബ് റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ഒരു വിവാഹം, അവരോടൊപ്പം റസൂലുള്ളാഹി പങ്കുവെച്ച ആ ഒരു ദാമ്പത്യ ജീവിതം. അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള ഒരു വിവരണമാണ് ഈ ഒരു ഭാഗത്ത് ഞാൻ നൽകിയത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗത്ത് ഹുദൈബിയ സന്ധിക്ക് മുമ്പ് അരങ്ങേറുന്ന പ്രധാനപ്പെട്ട 2 സംഭവങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുന്നതാണ്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്ത്, പ്രത്യേകിച്ച് ഫലസ്തീനിലും മറ്റും പ്രയാസപ്പെടുന്ന നിരവധി മുസ്ലിങ്ങളുണ്ട്. അവർക്ക് എല്ലാ അർത്ഥത്തിലുള്ള ശമനവും അള്ളാഹുവെ നീ നൽകണേ. അള്ളാഹു മൻസുർ ഇഖ്വാനന ഫി ഫലസ്തീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം അത് ആഴത്തിൽ പഠിക്കാനും അത് കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്താനും നാളെ അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.